Can we start the class? Is it audible? പറയുന്നത് കേൾക്കുന്നില്ലേ? വ്യക്തമാണല്ലോ അല്ലേ? Yes, fine. You know, okay, it's fine. Today we are going to discuss about the implication of practical taxation. അപ്പോൾ നിങ്ങളുടെ മേജർ പേപ്പറാണ് പ്രാക്ടിക്കൽ ടാക്സേഷൻ. You are the PG students, right? So taxation is very important in your life also as far as your syllabus, because പ്രാക്ടിക്കൽ ടാക്സേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ടാക്സ് റൂൾസ് എങ്ങനെ നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ എന്ത് ചെയ്യാം അപ്ലിക്കബിൾ ആക്കാന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വളരെ ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ് ആണ്. നമുക്ക് രണ്ട് ടാക്സ് ആണ് ബേസിക്കലി, ഈ GST ആൻഡ് ഡയറക്ട് ടാക്സിൽ. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് GSTയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളാണ്. യു ഗെറ്റ് ദ ക്ലാസ് ഓൾറെഡി, റൈറ്റ്? നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നുകൂടി നമ്മൾ എന്താണ് ഒന്ന് റിവൈസ് ചെയ്യാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത്തരം ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ, shall we start the class, all of you? Is it okay to start the class? Can I share the screen? Okay, fine. Yeah, good response. Okay. Hope you are all seeing the screen actually. Okay. Oh. Okay, fine. This is your syllabus, right? Okay, fine. And this is your syllabus. First, we are going to discuss the first block of this syllabus, or the paper is called accounting for GST. GST എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്, ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ്. അപ്പോൾ എല്ലാ ഇൻഡയറക്ട് ടാക്സിനെയും യൂണിഫൈ ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ടാക്സ് സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്ത ഒരു സിസ്റ്റമാണ് എന്ത് GST കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് അണ്ടർ GST ആണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ എന്തൊക്കെയാണ് അക്കൗണ്ട്സ്, എന്തൊക്കെ റെക്കോർഡ്സ് ആണ് നമ്മൾ GSTയിൽ കീപ്പ് ചെയ്യേണ്ടത്, അപ്പോൾ അത്തരം ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി GST എപ്പോഴാണ് വന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ റെഫർ ചെയ്താൽ മതി. നോട്ട് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാം. GST ബില്ല് എപ്പോഴാണ് വന്നത്, അപ്പോൾ അതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്കലി GST എന്താണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? GST മീൻസ് എന്താ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഇൻഡയറക്ട് ടാക്സുകളുണ്ട്. അപ്പോൾ അതിലൊരു ടാക്സ് ആണ് എന്ത് GST കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടായിരത്തി 2017 വന്നത്. മാർച്ച് 29, 2017 ഈ ഒരു ആക്ട് പാസ്സാക്കിയത് പാർലമെന്റ്. അപ്പൊ അങ്ങനെ ജൂലൈ 1, 2017 എന്ത് ചെയ്തു ഈ ഒരു ആക്ട് വന്നു എന്നുള്ളതാണ്. ഈ ഒരു ലെജിസ്ലേഷൻ എന്ത് ചെയ്തു വന്നു. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ ചില സാലിയന്റ് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും, ഇറ്റ് ഇസ് എ കോംപ്രഹെൻസീവ് മീൻസ് ഒന്നിൽ കൂടുതൽ ഇൻഡയറക്ട് ടാക്സ്. ഇപ്പൊ എല്ലാ ഇൻഡയറക്ട് ടാക്സിനെയും ഒന്നിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു കോമൺ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൊണ്ടുവരും. അതാണ് കോംപ്രഹെൻസീവ്. മൾട്ടി സ്റ്റേജ് ആണ്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് എന്താണ്? ഇപ്പൊ GST ആരെ കൊടുക്കുന്നത് ആരാണ്? എക്സാമ്പിളോട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. GST കൊടുക്കുന്ന ആരാണ്? എൻറ്റയർ GST is paid by the customers അല്ലേ? കസ്റ്റമേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് GST കൊടുക്കുന്നത്. പിന്നുള്ളത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു എന്തുണ്ട്, ഒരു പ്രത്യേക ഒരു കോൺസെപ്റ്റ് GSTയിലുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു സെല്ലർ എന്താണ് ഓൾറെഡി ഒരു ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് കസ്റ്റമറിൽ നിന്ന് വാങ്ങിയിട്ട് ഗവൺമെന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് കിട്ടുന്നതാണ് എന്ത്
ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളിലൂടെ അങ്ങോട്ടേക്ക് എത്തി കാണിച്ചു തരാം. അപ്പോൾ ഫൈനൽ കൺസ്യൂമർ ആരാണോ അദ്ദേഹത്തിനാണ് എന്ത് ഇതിന്റെ ടാക്സ് ബേർഡൻ. പിന്നെ എലിമിനേഷൻ ഓഫ് കാസ്കേഡിങ് എഫക്റ്റ് ആണ്. കാസ്കേഡിങ് മീൻസ് ഡബിൾ ടാക്സേഷൻ എന്നാണ് പറയുക. അപ്പോൾ ഒരു ഓൾറെഡി നമ്മൾ ടാക്സ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെയിം വാല്യൂവിന് വരെ നമ്മൾ വീണ്ടും ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവാം. ത്രൂ എക്സാമ്പിൾ ഞാനത് പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, എനിവേ GST എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അത് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് കമ്പൈനിങ് മൾട്ടിപ്പിൾ ഇൻഡയറക്ട് ടാക്സ് ഇൻ ടു വൺ സിസ്റ്റം. ഇതാണ് GST എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ. ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് ഇൻഡയറക്ട് ടാക്സുകൾ ഉണ്ട്. വാറ്റ് എന്നൊക്കെ പറയുന്നത്, ഓക്കെ, വാല്യൂ ആഡഡ് ടാക്സ്. അപ്പം അങ്ങനെ പിന്നെ എന്താ പറയുക, കസ്റ്റംസ് ഡ്യൂട്ടി, അങ്ങനെ എന്താ പറയുക, ഈ വേരിയസ് ഇൻഡയറക്ട് ടാക്സിനെ ഒന്നിച്ച് ഒരു കുടക്കീഴിലൂടെ ആക്കിക്കൊണ്ടുവരിക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് GST കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഈ GST എന്ന് പറഞ്ഞതാണ് വേൾഡ് വൈഡ്. ഫ്രാൻസ് എന്ന് പറഞ്ഞ കൺട്രിയാണ് ആദ്യം GST കൊണ്ടുവന്നത്. ഇറ്റ് ഈസ് എ വേൾഡ് വൈഡ് ഇംപ്ലിക്കേഷൻ. ഓക്കെ, അത് വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. നെക്സ്റ്റ് എന്താണ്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് വിച്ച് മീൻസ് ആരാണോ ബയർ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, അത് പേ ചെയ്യുന്നത്. ഓക്കെ, ടാക്സ് റിഫോം, വലിയൊരു ടാക്സ് പരിഷ്കരണമാണ് വന്നത്. ഓക്കെ, പിന്നെ ഒരു എക്കണോമിക് ഗ്രോത്ത് ആണ്. നമ്മളിപ്പോൾ GST-യിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു എക്കണോമിക് ഗ്രോത്ത് ആണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ്. ടാക്സ് കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോർ എക്സാമ്പിൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് അവരുടെ ടാക്സ് സ്ട്രക്ചർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് തിങ് ആണ് എന്ത് GST കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, GST-ക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. GST-ക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ആ ബെനിഫിറ്റ് നിങ്ങൾ ഞാനിവിടെ ഓരോ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് GST മറ്റ് ടാക്സിൽ നിന്നും ഈ ഒരു ബിസിനസ് പേഴ്സൺ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെല്ലർക്ക് എന്ത് ചെയ്യുന്നത് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ബേസിക്കലി നിങ്ങൾ ഇത്രമാത്രം ഓർത്ത് വെക്കുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് കമ്പൈനിങ് ഓഫ് മൾട്ടിപ്പിൾ ഇൻഡയറക്ട് ടാക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻഡയറക്ട് ടാക്സിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ടാക്സ് സ്ട്രക്ചർ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആയിട്ട് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്ത 2017 ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ടാക്സ് സിസ്റ്റം ആണെന്ന് GST. ഓക്കെ, ഒരു വലിയൊരു ടാക്സ് റിഫോം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവണം എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം GST നമുക്ക് ബെനിഫിറ്റ് ആകുന്നത്. ഈ എക്സാമ്പിൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം ഈ എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാവുള്ളൂ ഹൗ ദ GST become a very benefit to customers and while comparing to other indirect tax system. GST ഇന്ത്യയിൽ വരുന്നതിന് മുന്നേയുള്ള സിസ്റ്റമാണ് പ്രീവിയസ് ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതെന്താണ് GST സിസ്റ്റം? ഒരു പ്രൊഡ്യൂസർ മീൻസ് ആരാണ്, ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ. അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഗുഡ്സിൽ 10% ആണ് നമ്മൾ ടാക്സിന്റെ എക്സാമ്പിൾ ഇപ്പോൾ 10% ആയിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പൊ 50 രൂപ എന്താ പറയാ 50 + 50 ഇത് എന്താണ്, അദ്ദേഹം വാങ്ങിച്ച റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് ആണ് 50 എന്ന് പറയുന്നത്. ഈ 50 എന്താണ്, ഈ 50 എന്ന് പറഞ്ഞത് ഇപ്പോൾ ചിലപ്പോൾ any other kind of expense, അദ്ദേഹത്തിന് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി വന്ന എക്സ്പെൻസ്. അതിന്റെ ടോട്ടൽ എത്ര വന്നു, 100 വന്നു അല്ലെ. അപ്പൊ 100ന്റെ മേലെ അദ്ദേഹത്തിന് എത്ര ടാക്സ് ചെയ്യാൻ പറ്റും, 100 × 10% എത്രയാണ് 10. അപ്പോൾ മൊത്തം എത്ര വരിക, അദ്ദേഹം ഇൻക്ലൂഡിങ് ടാക്സോട് കൂട്ടിയിട്ട് അദ്ദേഹത്തിന്റെ വില എത്രയാണ്, 110 ആണ്. ഓക്കെ, 50 രൂപ അദ്ദേഹത്തിന്റെ ചെലവ് പ്ലസ് എന്താണ് 50 വേറെ രീതിയിലുള്ള എന്തോ ഒരു ചെലവ് വന്നു. അപ്പൊ അങ്ങനെ 100 വന്നു. 100ൻ്റെത് 10% ആണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ടാക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എത്രയാണ്, 110 ആണ് എന്ത് ടോട്ടൽ എമൗണ്ട് വരിക. ആ 110 എന്ന് പറഞ്ഞ വിലക്കാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസർ ഹോൾസെയിലർക്ക് സാധനം കൊടുക്കുന്നത്. ഓക്കെ, ഹോൾസെയിലർക്ക് സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഹോൾസെയിലർ അത് മേടിക്കുന്ന എത്ര രൂപയ്ക്കാണ്, 110 രൂപയ്ക്കാണ്. പ്ലസ് എന്താണ് 10 റുപ്പി വരും. ഈ 10 റുപ്പി എന്താണ്, അദ്ദേഹത്തിന്റെ ഒരു മാർജിനൽ പ്രൈസ് ആണ് അല്ലെ. അപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ ഒരു സാധനം വിൽക്കുന്ന സമയത്ത് അതിൽ എന്ത് വരും, ഒരു മാർജിനൽ പ്രൈസ് വരൂലേ, ഒരു ലാഭം എടുക്കണ്ടേ. 110 രൂപക്ക് വാങ്ങിയിട്ട് 110 രൂപക്ക് വിൽക്കാൻ പറ്റില്ല, 10 രൂപ അദ്ദേഹത്തിന് ലാഭം വേണം. അപ്പൊ 120 അല്ലെ, 120ന്റെ 10% ഇപ്പൊ എന്താണ്, ഓൾറെഡി നമ്മൾ ടാക്സ് ചെയ്തിട്ടുണ്ടേ. ഈ 100 നമ്മൾ ഓൾറെഡി ടാക്സ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റു 10% ആണ് 10 വന്നത്. അപ്പൊ 110 ആയി. ഈ 110 രൂപക്കാണ് ഹോൾസെയിലർക്ക് സാധനം കിട്ടുന്നത് അല്ലെ. 110 രൂപക്ക് സാധനം കിട്ടി, അതിന്റെ കൂടെ എന്ത് ചെയ്തു, ഇദ്ദേഹം 10 രൂപ മാർജിന് പ്രോഫിറ്റ് ആഡ് ചെയ്തു. അപ്പൊ ടോട്ടൽ 120 ആയി. 120ന്റെ 10% എത്രയാണ്, 12. അപ്പൊ ടോട്ടല് ഇദ്ദേഹം ഹോൾസെയിലർ റീറ്റെയിലർക്ക് ഗുഡ്സ് വിൽക്കുന്ന പ്രൈസ് എത്രയാണ്, 132. മനസ്സിലായില്ലേ? അങ്ങനെ റീറ്റെയിലർ എന്ത് ചെയ്യും, 132ന്റെ മേലെ 10 രൂപ പ്രോഫിറ്റ് വന്നു. അപ്പൊ 142. 142ന്റെ മേലെ അദ്ദേഹം ഈടാക്കുന്ന ടാക്സ് എത്രയാണ്, 10% ആണ്. അപ്പൊ എത്രയായി, 14.2. അപ്പൊ ടോട്ടല് ഫൈനൽ കൺസ്യൂമർ, ഇപ്പൊ ഫൈനൽ കൺസ്യൂമറിന് ഈ ഗുഡ്സ് കിട്ടുന്ന വില എത്രയാണ്, 156.2 ആണ്.
ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഇവിടെ സംഭവിക്കുന്നത് കാസ്കേഡിങ് എഫക്റ്റ് ആണ്. ഇവിടെ എന്താണ് വരുന്നത്? നമ്മൾ ഓൾറെഡി വാല്യൂവിന് വില ടാക്സ് ചെയ്ത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്? ടാക്സ് ചെയ്യണം. അങ്ങനെ വീണ്ടും വീണ്ടും ഡബിൾ ടാക്സേഷൻ വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ 156 രൂപയിലേക്ക് എത്താനുള്ള കാരണം. ഇനി അതേസമയം നിങ്ങൾ ഇവിടെ കമ്പയർ ചെയ്തേ, ഇവിടെ 50 രൂപ പ്ലസ് 50, 100 പ്ലസ് എത്രയാണ്? 10. അപ്പൊ ഈ 50 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി ഉള്ളൊരു അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസറിന്റെ അടുത്തുള്ള ഓൾറെഡി ഉള്ള സാധനമായിരിക്കും, അതിന്റെ വിലയായിരിക്കും എന്ത് 50 എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പ്രൊഡ്യൂസറിന്റെ കൈവശമുള്ള സാധനങ്ങൾ, പ്രൊഡ്യൂസർ വാങ്ങാത്തത് പ്ലസ് 50 എന്താണ്? പ്രൊഡ്യൂസർ റോ മെറ്റീരിയൽ വാങ്ങിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര ചാർജ് ചെയ്യുന്നുള്ളൂ? പ്രൊഡ്യൂസർ എത്രയാണോ വാങ്ങിച്ച കോസ്റ്റ്. ഇപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസർ വാങ്ങിച്ച എത്രയാണ്? 50 മാത്രമേ ഉള്ളൂ. 50 രൂപ പ്രൊഡ്യൂസർ കൊണ്ടുവന്നാണ്, വിച്ച് മീൻസ് 50 രൂപ എന്തോ ഒരു ക്യാപിറ്റൽ പ്രൊഡ്യൂസർ കൊണ്ടുവന്നു, പ്ലസ് 50 റുപ്പീസ് അദ്ദേഹം റോ മെറ്റീരിയൽ വാങ്ങിച്ചു. അപ്പൊ ടാക്സ് ഇവിടെ 10% ആണ്. അപ്പോ GST സിസ്റ്റത്തില് വാല്യൂ അഡീഷൻ എത്രയാണോ അഡീഷണൽ ആയിട്ട് വന്ന വാല്യൂ, 50 ബേസിക് ആണ് കേട്ടോ. അപ്പൊ 50 അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ഓർ സംതിങ്, പ്ലസ് 50 എന്താണ്? അദ്ദേഹം വാങ്ങിച്ചാണ്, എന്തൊരു റോ മെറ്റീരിയൽ അദ്ദേഹം വാങ്ങിച്ചു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയാണോ വാല്യൂ അഡീഷൻ, ആ വാല്യൂ അഡീഷന്റെ 10% ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ GST ചാർജ് ചെയ്യുന്നത്. അല്ലാണ്ട് എന്തില്ല, നമ്മൾ ടോട്ടൽ വാല്യൂലല്ല എന്ത് ചെയ്യുന്നത് ഗുഡ്സ് ടാക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രൊഡ്യൂസർ എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത് GST? എക്സ്ട്രാ അദ്ദേഹത്തിന് വന്ന കോസ്റ്റ് എത്രയാണ്? 50 ആണ്. അപ്പൊ 50ന്റെ 10% എത്രയാണ്? 5. അപ്പോ 105. ഈ 105ലാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസർ ഹോൾസെയിലർക്ക് എന്ത് കൊടുക്കുന്നത്? സാധനം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഹോൾസെയിലർക്ക് എത്ര രൂപ കിട്ടി? 105 രൂപ കിട്ടി. 105 രൂപയിൽ ഈ 10 രൂപ ഹോൾസെയിലറുടെ പ്രോഫിറ്റ് മാർജിൻ ആണ് അല്ലെ? ഇപ്പൊ ഈ 105 രൂപയിൽ പ്ലസ് അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് മാർജിൻ 10 ഈസ് ഈക്വൽ ടു എത്ര വന്നു? 115 അല്ലെ? ഈ 115ൽ എത്രയാണ് വാല്യൂ ആഡ് ചെയ്ത്? എത്രയാണ് പുതിയ വാല്യൂ? എത്രയാണ് പുതിയ വാല്യൂ? ഹോൾസെയിലർ ചാർജ് ചെയ്ത പ്രോഫിറ്റ് 10%. ആ 10% മീൻസ് 10 റുപ്പി അല്ലെ? അപ്പൊ ആ 10 റുപ്പീന്റെ എത്രയാണോ എമൗണ്ട് ടാക്സ് റേറ്റ്, വാല്യൂ ആഡ് ചെയ്ത് എത്രയാണോ ആ 10 റുപ്പീന്റെ മേലെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ടാക്സ് ചാർജ് ചെയ്യുന്നത്. അല്ലാണ്ട് എന്തല്ല, നേരത്തെ ഇതിൽ പോലെ 120ന്റെ മേലെ നമ്മൾ ഒന്നിച്ച് എന്ത് ചെയ്യുന്നില്ല, ടാക്സ് ചാർജ് ചെയ്യുന്നില്ല. കാരണം ഇത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ മേലെ ടാക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ നമ്മൾ എത്രയാണോ വാല്യൂ അഡീഷൻ, ഇവിടെ 105ല് 50ന്റെ എത്രയാണ്? 10% 5 പ്ലസ് 105 പ്ലസ് 10 അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് മാർജിൻ, ആരുടെ? ഹോൾസെയിലറുടെ. ഈ 10ന്റെ മേലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ ടാക്സ് ചെയ്യുന്നത്. അപ്പൊ എത്രയാണ്? 10% അല്ലെ? അപ്പൊ എത്ര വന്നു ഇവിടെ? 10%ന്റെ 10ന്റെ 10% എത്രയാണ്? 1 പ്ലസ് 1 ആണ് വന്നത്. അപ്പൊ 116. ഇവിടെ 132 ആയ സമയത്ത് ഇവിടെ എത്ര വരുന്നുള്ളൂ? 116 വരുന്നുള്ളൂ. കാരണം ഇവിടെ എന്ത് വരുന്നില്ല? ഡബിൾ ടാക്സേഷൻ വരുന്നില്ല. ഇവിടെ എന്ത് മാത്രമേ വരുന്നുള്ളൂ? സിംഗിൾ വാല്യൂ ആഡഡ് ടാക്സ് ആണ് GST. അതൊരു പ്രത്യേകത ഉണ്ട്. വാല്യൂ ആഡഡ് മീൻസ് എത്രയാണോ വാല്യൂ അഡീഷണൽ ആയിട്ട് കൂടുന്നത് അതിന്റെ മേലെയാണ് എന്ത് ചെയ്യുന്നത്? GST ചാർജ് ചെയ്യുന്നത്. അല്ലാണ്ട് എന്തില്ല, ഓൾറെഡി നമ്മൾ ചാർജ് ചെയ്ത ടാക്സ് ആയിട്ട് ചാർജ് ചെയ്ത എമൗണ്ടിൽ വീണ്ടും എന്ത് ചെയ്യുന്നില്ല? ടാക്സ് ചെയ്യുന്നില്ല. അപ്പൊ 116 രൂപയ്ക്ക് ഹോൾസെയിലർക്ക് എന്ത് ചെയ്യുക? ഇത് റീറ്റെയിലർക്ക് കൊടുക്കാം. റീറ്റെയിലർ എന്ത് ചെയ്യും? കസ്റ്റമർക്ക് എത്ര രൂപ കൊടുക്കുക? 10 രൂപയ്ക്കാണ് കൊടുക്കുക അല്ലെ? 116 പ്ലസ് 10 എത്ര വരും? 126 പ്ലസ് ഈ 1 എങ്ങനെ കിട്ടിയത്? ഇവിടെ എത്ര വാല്യൂ ആഡ് ചെയ്യുന്നത്? റീറ്റെയിലർ എത്രയാണ് വാല്യൂ ആഡ് ചെയ്യുന്നത്? 10 രൂപയാണ് അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് മാർജിൻ. ഈ 10 രൂപന്റെ മേലുള്ള 10% എത്രയാണ്? 1 രൂപ. അപ്പോൾ ഫൈനൽ കൺസ്യൂമറിന് 127 രൂപയ്ക്ക് എന്ത് ചെയ്യും? സാധനം കിട്ടും. ഇതാണ് GST സിസ്റ്റം. GST ആണോ പ്രീവിയസ് ടാക്സ് സിസ്റ്റം ആണോ? ഏതാണ് ബെറ്റർ? GST ആണ് ബെറ്റർ. കാരണം ഇവിടെ ഈ 50, ഈ 10 അപ്പൊ ഇതിന്റെ മേലെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? 10% ചാർജ് ചെയ്യുന്നുള്ളൂ. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ അങ്ങനല്ല. ഇവിടെ ടോട്ടൽ വാല്യൂവിന്റെ മേലെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മള് ടാക്സ് ചാർജ് ചെയ്യുന്നു അല്ലെ? അപ്പോൾ ഇവിടെ 50 പ്ലസ് 50 100ന്റെ മേലെയാണ്. 110 പ്ലസ് 10 120ന്റെ മേലെയാണ് എന്ത്? 10%. 142ന്റെ മേലെയാണ് എന്ത് ചെയ്യുന്നത്? 10% ചാർജ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എത്രയാണോ വാല്യൂ ആഡ് ചെയ്തത് അതിന്റെ മേലെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ടാക്സ് ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വി ക്യാൻ എലിമിനേറ്റ് കാസ്കേഡിംഗ് എഫക്ട് ഓഫ് ടാക്സ് എന്നുള്ള എന്ത് പറയാം. വാട്ട് ഈസ് ബൈ കാസ്കേഡിംഗ്? ഡബിൾ ടാക്സേഷൻ എന്ത് ചെയ്യും? GST എലിമിനേറ്റഡ് ആണ്. അതാണ് GST ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ക്ലിയർ? ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിൾ ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? ഞാനിപ്പം കാണിച്ച എക്സാമ്പിൾ ക്ലിയർ ആയോ? ഇതാണ് GST ഒരു ബേസിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? ക്ലിയർ? ഓക്കെ, ഇതാണ് GST ബേസ്. ഈ ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് GST എല്ലാ അഡ്വാൻറ്റേജ് എഴുതാം, GST എന്താന്ന് എഴുതാം അല്ലെ? നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചതിനോട് കാര്യമില്ല, പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? കോൺസെപ്റ്റ് ഓരോന്നും പ്രാക്ടിക്കലി നിങ്ങൾ എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട? ഒരു കാര്യം ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ GST എന്താന്ന് വായിച്ചു നോക്കി. ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം. ഇനി മേലെ നിങ്ങൾ വായിച്ചു നോക്കി, GST കോൺസെപ്റ്റ് അറിയാം. GST ബെനിഫിറ്റ് ഒക്കെ വായിച്ചു നോക്കി. എന്താണ്? സിംപ്ലിഫൈ ബിസിനസ് ഓപ്പറേഷൻ, റെഡ്യൂസ് കംപ്ലൈൻസ് ഇഷ്യൂ, സപ്പോർട്ട് എന്നാണ് ഡെവലപ്മെന്റ് അല്ലെ? ടാക്സ് റിഫോം ആണ്. കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. GST ഫീച്ചർ എന്ന് വായിച്ചു നോക്കിയേ. കോംപ്രഹെൻസീവ് ആണ്, മൾട്ടി സ്റ്റേജ് ആണ് അല്ലെ? പിന്നെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്, ടാക്സ് ക്രെഡിറ്റ് ഉണ്ട്, എലിമിനേഷൻ ഓഫ്, ഇതാണ് മെയിൻ പോയിന്റ്. കാസ്കേഡിംഗ് എഫക്ട് മീൻസ് ഡബിൾ ടാക്സേഷൻ എന്ത് ചെയ്യുന്നു? ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്നു. സോ ദിസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് GST. ക്ലിയർ ഓൾ ഓഫ് യു? ഐ തിങ്ക് ഓൾ ഓഫ് യു ക്ലിയർ ഇറ്റ്. ഇനി മെയിൻ ആയിട്ട് എന്താ ഡയറക്റ്റ് ടാക്സ്, എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്?
അപ്പോൾ ഡയറക്റ്റ് ടാക്സ് കൂടുതലായിട്ട് ആരാണ്? ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ മീൻസ് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ കമ്പനികൾ ഗവൺമെന്റിലേക്ക് കൊടുക്കുന്ന ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആണ്, അല്ലെ? ഇൻകം ഓഫ് ദ പേഴ്സൺ എന്ന് പറയാം. ഇപ്പൊ ഈയിടെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 12 ലക്ഷം വരെ ടാക്സ് ഇല്ല ഡയറക്റ്റ് ടാക്സിൽ. അങ്ങനെ ഒരു പുതിയ ബഡ്ജറ്റിൽ എങ്ങനെയാണ് എന്ത് ചെയ്തത് വന്നത്, അല്ലെ? 12 lakhs വരെ ടാക്സ് ബേർഡൻ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് ഇനി അത് അടുത്ത വർഷം മുതൽ സിലബസിൽ അപ്ഡേറ്റ് ആയി വരും. ഇപ്പൊ ബഡ്ജറ്റിലാണ് എന്ത് ചെയ്യുക? ഇൻകം ടാക്സിന്റെ റേറ്റ് ഫിക്സ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഒരു വ്യക്തിക്ക് നിലവിൽ ഇപ്പോൾ ടാക്സ് സ്ലാബ് പ്രകാരം ഒരു വ്യക്തിക്ക് 3 ലക്ഷത്തിന് മേലെയാണ്. ഈ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഇതുവരെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. നിലവിൽ ഒരു വ്യക്തിക്ക് 3 ലക്ഷത്തിന് മേലെ ടാക്സ്, അല്ലെ 2.5 ലക്ഷം, ബേസിക് ഓൾഡ് സ്ലാബ് ആണെങ്കിൽ 2.5 ലക്ഷത്തിന് മേലെ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻകം ആണെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹം ടാക്സ് കൊടുക്കണം എന്നുള്ളതാണ്. 5% പ്ലസ് സർചാർജസ് സെസ് ഒക്കെ എന്ത് ചെയ്യണം? കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് ഒരാളുടെ ഇൻകം ലിമിറ്റ് ഇത്ര ലിമിറ്റിന് മേലെ പോയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? അദ്ദേഹം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഇൻഡയറക്റ്റ് ടാക്സ് എങ്ങനെയാണ്? സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം അറിയാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രൈസിൽ ഇൻക്ലൂഡ്സ് ടാക്സ് ഓൾസോ, അല്ലെ? നേരത്തെ നിങ്ങൾ കണ്ട എക്സാമ്പിൾ അല്ലേ, ഇമ്പോസിഡ് ഗുഡ്സ് ഓർ സർവീസസ് പെയ്ഡ് ബൈ ദ സെല്ലർ ബട്ട് പാസ് ഇറ്റ് ടു ദ കൺസ്യൂമർ ത്രൂ എന്താണ്? ഹയർ പ്രൈസസ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എല്ലാവരും കൊടുക്കണോ? വേണ്ട. ഇൻകം ലിമിറ്റ് കൂടുന്ന ആളുകൾ മാത്രം എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ. ഇവിടെ ഇൻസിഡന്റ് ഇമ്പാക്ട് എന്താണ്? സെയിം പേഴ്സൺ ആണ്. പക്ഷെ ഇൻഡയറക്റ്റ് ടാക്സിൽ ടാക്സ് കൊടുക്കുന്ന സെല്ലർ ആയിരിക്കാം ഗവൺമെന്റിലേക്ക്. പക്ഷെ എങ്ങനെയാണ് കൊടുക്കുന്നത്? എങ്ങനെയാണ് കൊടുക്കുന്നത്? സാധനം വിറ്റ് കസ്റ്റമേഴ്സിന് അടുത്ത് നിന്ന് കിട്ടിയ പൈസയിൽ നിന്ന് ഒരു ഭാഗമാണ് എന്ത് ചെയ്യുന്നത്? ടാക്സ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ ഇമ്പാക്ട് ആർക്ക് കിട്ടുന്നത്? ടാക്സ് കൊടുക്കുന്ന. ഓക്കെ, ഇൻസിഡന്റ് ഒരു സെല്ലർക്കാണെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ആർക്കാണ്? ഫൈനൽ കൺസ്യൂമർ ആണ്, അല്ലെ? നമ്മളാണ് എന്ത് ചെയ്യുന്നത്? ടാക്സ് GST റേറ്റ് കൂടുന്തോറും വിലക്കയറ്റം എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഇൻഫ്ലേഷന്റെ സമയത്തൊക്കെ. സോ വി ആർ ദ പേഴ്സൺ ഗിവിംഗ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ച് റിഗ്രസീവ് ആണ്. ഓക്കെ. മറ്റെന്താണ്? ഡയറക്റ്റ് ടാക്സ് ആണ് അഗ്രസീവ് എന്ന് പറയാൻ പറ്റും. ഇനി ലക്ഷറി ഗുഡ്സ് ആണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഹയർ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദിസ് ആർ ദ തിങ്സ്. ഇനി ഡയറക്റ്റ് ടാക്സ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ജസ്റ്റ് ഇത് വായിച്ചാൽ മാത്രം മതി. നോട്ട് മച്ച് മോർ ഇമ്പോർട്ടന്റ്. ഓക്കെ. ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ് തമ്മിലുള്ള വ്യത്യാസം ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ, ഞാനിപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ലേ, അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾ ആ കോൺസെപ്റ്റ് മൈൻഡിൽ വെച്ച് വായിച്ചാൽ മതി. ഓക്കെ. ബേസിക്കലി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമത്. ഇനി നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിന്റെ ഒരു അതോറിറ്റി ഉണ്ട്. ഇപ്പോൾ ഇൻകം ടാക്സ് ആണെങ്കിൽ എന്താണ്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇൻകം ടാക്സ് അതോറിറ്റി എന്ന് പറയാം. GST ആണെങ്കിൽ അത് നോക്കി നടത്തുന്ന അതോറിറ്റി ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആണെന്ന് പറയാം കേട്ടോ. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. ചില പ്രൊഡക്റ്റിന് നമ്മൾ GST അല്ല, കസ്റ്റംസ് ആണ് എന്ത് ചാർജ് ചെയ്യുക? കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് ചെയ്യും. ഓക്കെ. അപ്പോൾ രണ്ടും എന്താണ്? ഒരു ഇൻഡയറക്റ്റ് ഫോം ഓഫ് ടാക്സ് ആണ്. അപ്പോൾ GST ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിന്റെ ഒരു സെൻട്രൽ ബോർഡാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ഇന്ത്യയിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോളിസീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാണ്? ഇവരാണ്. ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ കസ്റ്റംസ്, എക്സൈസ് ഡ്യൂട്ടി, GST. അപ്പോൾ ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോളിസീസും പ്രൊസീജിയറും ചെയ്യുന്ന ആളുകൾ ആരാണ്? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ? ഓക്കെ. ഇപ്പൊ ആന്റി സ്മഗ്ലിംഗ് എഫേർട്സ് ഒക്കെ ചെയ്യുന്ന ആരാണ്? ഇവരാണ്. ഇതാണ് CBIC എന്ന് പറയും കേട്ടോ. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇന്ത്യയിലുള്ള GST മോഡൽ ഡ്യുവൽ GST ആണ്. എന്താണ്? CGST, SGST. നിങ്ങളിപ്പോ ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി നിങ്ങൾക്ക് ബില്ല് കിട്ടി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് എന്ത്? CGST ഇത്ര, SGST ഇത്ര എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ. സാധാരണ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ, വാട്ട് ആണ് ഇൻട്രാ സ്റ്റേറ്റ്? വിത്തിൻ ദ സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ കേരളത്തിൽ നിന്ന് സാധനം വാങ്ങി, കേരളത്തിൽ നിന്ന് സാധനം വിറ്റു, കേരളത്തിൽ നിന്ന് എന്ത് ചെയ്തു? സാധനം വാങ്ങി, അല്ലെ? നമ്മളിപ്പോ കേരളത്തില് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ബില്ല് കാണാൻ പറ്റും. CGST, SGST. അവിടെ എങ്ങനെയാണ്? വിത്തിൻ കേരളയാണ്, അതല്ലേ? ഇവിടെ ബയർ സെല്ലറും വിത്തിൻ കേരളയാണ്. സോ ഇവിടെ നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് സെയിലിൽ GST എന്താണ്? ഈക്വൽ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ 1000 rupees ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിനോ നമ്മൾ 5% GST ആണെങ്കിൽ 2.5% കേന്ദ്ര ഗവൺമെന്റിനും 2.5% ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിനുമാണ്. ദാറ്റ് ഈസ് കോൾഡ് CGST ആൻഡ് SGST. Then what you mean by interstate supply? ഇന്റർസ്റ്റേറ്റ് മീൻസ് എന്താ? നമ്മളിപ്പോ വിൽക്കുന്നതും വാങ്ങുന്നതും ഡിഫറെന്റ് സ്റ്റേറ്റ് ആണ്. ഇപ്പൊ വിൽക്കുന്നത് കർണാടകയിൽ നിന്നാണെങ്കിൽ വാങ്ങുന്നത് കേരളത്തിൽ നിന്നായിരിക്കാം. ഓക്കെ. അപ്പൊ അത് അത്തരം ടാക്സുകൾ കളക്ട് ചെയ്യുന്ന ആരാണ്? എൻറ്റയർലി ബൈ സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് IGST എന്ന് പറയും. IGST മീൻസ് അതിനെ നമ്മൾ വിളിക്കുക എന്താണ്? IGST എന്നാണ് എന്ത് ചെയ്യുക നമ്മൾ വിളിക്കുക. അപ്പൊ ഇന്റഗ്രേറ്റഡ് GST എന്നാണ് കേട്ടോ. IGST ഇന്റഗ്രേറ്റഡ് GST. ഇന്റഗ്രേഷൻ ബിറ്റ്വീൻ ഇന്റഗ്രേഷൻ ബിറ്റ്വീൻ വാട്ട്? ദ സ്റ്റേറ്റ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാം. ഓക്കെ. ക്ലിയർ?
then intrastate and interstate. Clear? ഇതാണ് എൻ്റെ ഒരു മോഡൽ, ഡ്യുവൽ ജി എസ് ടി മോഡൽ. സെൻട്രൽ ജി എസ് ടി ആണെങ്കിൽ സി ജി എസ് ടി എന്നാണ് പറയാം. ലെവി on supply of all goods or services within a particular state, within a state ആണെങ്കിൽ അവിടെ എന്താണ് ആ സി ജി എസ് ടി എന്ന് പറയും. ഓക്കെ, സെയിം സ്റ്റേറ്റ് ജി എസ് ടി ആണെങ്കിൽ എന്താണ് വിത്തിൻ ദ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ലെവി ഓൺ ഗുഡ്സ് ഓർ ഓൾ ഗുഡ്സ് ഓർ സർവീസസ് വിത്തിൻ എ പാർട്ടിക്കുലർ സ്റ്റേറ്റ്. ഇപ്പോൾ വിത്തിൻ സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ സി ജി എസ് ടി വരാം, എസ് ജി എസ് ടി വരാം. ഇനി എന്താണ് ഐ ജി എസ് ടി? വാട്ട് മീൻ ഐ ജി എസ് ടി? ഐ ജി എസ് ടി മീൻസ് ഇന്റഗ്രേറ്റഡ് ജി എസ് ടി. പക്ഷെ അത് കളക്ട് ചെയ്യാനുള്ള പിന്നെ അതോറിറ്റി ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് സി ജി എസ് ടി ആണെങ്കിൽ സി ജി എസ് ടി എസ് ജി എസ് ടി നമ്മൾ സ്പ്ലിറ്റ് ആണെങ്കിൽ വിത്തിൻ ദ സ്റ്റേറ്റ് ആണ്. ഇനി ഔട്ട്സൈഡ് സ്റ്റേറ്റ് സപ്ലൈ വിച്ച് മീൻസ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ, രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള സപ്ലൈ ആണെങ്കിൽ അവിടെ വരുന്നതാണ് എന്ത്? ഐ ജി എസ് ടി എന്നാണ് പറയാം. ഓക്കെ, ഐ ജി എസ് ടി. ഐ ജി എസ് ടി ആരാണ് കളക്ട് ചെയ്യാം? എൻറ്റയർ ജി എസ് ടി ആരാണ് കളക്ട് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇതാണ് വ്യത്യാസം. ക്ലിയർ? ഇറ്റ് ഈസ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, ക്ലിയർ ഓൾ ഓഫ് യു? ക്ലിയർ ആയിട്ടുണ്ടോ? Anisha is clear, and yes, Bella, Anjana Daske, all of you clear? Afsat, Anisha, okay, Anjana Daske clear? Okay, clear. Good response. Okay. ഹലോ സാറേ, ഈ ഇന്റർ സ്റ്റേറ്റ് ഇൻട്രാസ്റ്റേറ്റും അതൊന്ന് പറയാവോ? തമ്മിലൊന്ന് സിമ്പിൾ ആണ്. ഇൻട്രാസ്റ്റേറ്റ് വിത്തിൻ ദ സ്റ്റേറ്റ് ആണ്. നിങ്ങളിപ്പോ നിങ്ങളിപ്പോ കേരളത്തിൽ നിന്ന് തന്നെ സാധനം വാങ്ങി വെക്കുകയും ചെയ്യാം വിത്തിൻ ദ സ്റ്റേറ്റ്. ബയർ സെല്ലർ എവിടെയായിരിക്കും? വിത്തിൻ കേരള. ജി എസ് ടി ആണെങ്കിൽ സ്പ്ലിറ്റ് ആണ് ചെയ്യുക. എങ്ങനെയാണ് അത്? അതിന്റെ പകുതി ഭാഗം ആർക്ക് പോവാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് പോകും. കേരള ആണെങ്കിൽ കേരളം. ഓക്കെ, ബാക്കിയോ സെൻട്രൽ ഗവൺമെന്റ്. ഇനി ഇന്റർ സ്റ്റേറ്റ് എന്താണ്? വിൽക്കുന്നത് കേരളത്തിൽ നിന്നാണ്, വാങ്ങുന്നത് എവിടെ നിന്നാണ്? കർണാടകയിൽ നിന്നാണ്. നേരെ തിരിച്ചു സംഭവിക്കാം. നമ്മൾ ബയറും സെല്ലറും ഡിഫറെന്റ് സ്റ്റേറ്റ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇന്റഗ്രേറ്റഡ് ജി എസ് ടി. എന്താണ്? ഇന്റഗ്രേറ്റഡ് ജി എസ് ടി. ആ ജി എസ് ടി എമൗണ്ട് ഫുള്ള് വാങ്ങിക്കാനുള്ള അധികാരം ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതാണ്. ക്ലിയർ? ഓക്കെ, ഞാനിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ് അത്. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറയുന്നില്ലേ, വിത്തിൻ സ്റ്റേറ്റ് ആണല്ലോ. നമ്മളിപ്പോ ഇവിടെ യൂണിയൻ ടെറിട്ടറിയും വരും. യൂണിയൻ ടെറിട്ടറി അതാണ് യു ടി ജി എസ് ടി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എന്താ അറിയോ? നമ്മളിപ്പോ ലക്ഷദ്വീപിൽ നിന്ന് കേരളത്തിലേക്ക് എന്ത് ചെയ്ത സാധനം വിറ്റു എന്ന് വിചാരിക്കാം. അതെന്താണ്? അത് ഇന്റർ സ്റ്റേറ്റ് ആണ്. ഇന്റർ സ്റ്റേറ്റ് മീൻസ് ഒരു സ്റ്റേറ്റും ഒരു യൂണിയൻ ടെറിട്ടറി അങ്ങനെ വരാം കേട്ടോ. ഇനി വിത്തിൻ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ലക്ഷദ്വീപിൽ നിന്ന് തന്നെ വാങ്ങി ലക്ഷദ്വീപിൽ തന്നെ സാധനം വിറ്റു. ഓക്കെ, ഇപ്പൊ വിത്തിൻ ബയർ ആൻഡ് സെല്ലർ പിന്നെ എവിടെയാണ്? ലക്ഷദ്വീപിലാണെന്ന് വിചാരിക്കുക. അപ്പൊ വിത്തിൻ എന്താണ്? വിത്തിൻ യൂണിയൻ ടെറിട്ടറി അല്ലേ? അപ്പൊ അവിടെ എങ്ങനെ വരിക? യു ടി ജി എസ് ടി ആണ് വരിക. ഓക്കെ, യു ടി ജി എസ് ടി എന്നാണ് വരിക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ സ്റ്റേറ്റിലേക്ക് പോകുന്ന എസ് ടി ജി എസ് ടി അല്ലേ, എസ് ജി എസ് ടി അല്ലേ? അപ്പൊ അതേപോലെ തന്നെ നമ്മൾ യൂണിയൻ ടെറിട്ടറിയിലേക്ക് പോകുന്ന ടാക്സ് ഏതാണ്? യു ടി ജി എസ് ടി. അത്രയേ ഉള്ളൂ. സ്റ്റേറ്റിന് പകരം ഇവിടെ എന്താവുന്നേ ഉള്ളൂ? യൂണിയൻ ടെറിട്ടറി ആവുന്നേ ഉള്ളൂ. ക്ലിയർ? ക്ലിയർ? ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് വായിച്ചു നോക്കിയേ. ജി എസ് ടി എന്താണ്? സപ്ലൈ ബേസ്ഡ് ആണ് അല്ലെ? ജി എസ് ടി നമ്മളിപ്പോ ഒരു ഗുഡ്സോ അല്ലെങ്കിൽ ഒരു സർവീസോ നമ്മൾ സപ്ലൈ ചെയ്താൽ മാത്രമേ അല്ലേ, ഒരാൾക്ക് കൈമാറിയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അവിടെ ജി എസ് ടി വരുന്നുള്ളൂ. അല്ലാണ്ട് ജി എസ് ടി വരുമോ? നമ്മൾ മാനുഫാക്ചർ ചെയ്തുകൊണ്ട് മാത്രമേ അവിടെ ജി എസ് ടി വരും? ഇല്ല, വരില്ല. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് എന്താണ്? ഇവിടെ ആരാ കൊടുക്കുന്നത്? ജി എസ് ടി ആരാ കൊടുക്കുന്നവരാണ്? കൺസംഷൻ, ത്രൂ കൺസംഷൻ ആണ്. വിച്ച് മീൻസ് ആരാ കൊടുക്കുക? കൺസ്യൂമേഴ്സ് ആണല്ലേ കൊടുക്കുന്നത് അല്ലേ? കൺസ്യൂമേഴ്സ് ആണ് കൊടുക്കുന്നത്. പിന്നെ ഡ്യുവൽ ജി എസ് ടി എന്താണ്? നമ്മൾ എന്തൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്? സി ജി എസ് ടി ഉണ്ട്, എസ് ജി എസ് ടി എന്ത് ചെയ്യും? നമ്മൾ അതിൽ ചാർജ് ചെയ്യും. ഇനി ഇന്റഗ്രേറ്റഡ് ജി എസ് ടി എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്, ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇനി ഇന്റഗ്രേറ്റഡ് ജി എസ് ടി ഞാൻ പറഞ്ഞ കാര്യം വെച്ചാൽ എന്താണ്? ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ്? ഐ ജി എസ് ടി അല്ലേ? ആണല്ലോ. ഇനി വേറൊരു എക്സാമ്പിൾ, കേരളത്തിലേക്ക് എന്ത് ചെയ്തു? കേരളത്തിലേക്ക് നമ്മളിപ്പോ അമേരിക്കയിൽ നിന്ന് കുറച്ച് ലാപ്ടോപ്പ് ഇമ്പോർട്ട് ചെയ്തു. അപ്പൊ അത് ഏത് കാറ്റഗറി വരിക? കേരള ആണ് ആര്? ബയർ എന്ന് പറയുന്നത്. ഓക്കെ, അമേരിക്ക ആണ് എന്ത്? സെല്ലർ. അമേരിക്കയിൽ എന്ത് ചെയ്തു? ഇപ്പോൾ ആപ്പിളിന്റെ ലാപ്ടോപ്പ് ഇമ്പോർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അവിടെ എന്താ വരുള്ളൂ? അവിടെ ഐ ജി എസ് ടി ആണ് വരിക. കാരണം എന്താ അറിയോ? ഇവിടെ കേരളം അല്ലെ, ഇവിടെ ബയർ സെല്ലർ എന്ന ഡിഫറെന്റ് സ്റ്റേറ്റ് അല്ലേ? അമേരിക്കയിലും ഇവിടെ അപ്പൊ എന്താണ്? ഐ ജി എസ് ടി ആണ് വരിക കേട്ടോ. അപ്പൊ ഇമ്പോർട്ടിന്റെ കേസിൽ നമ്മൾ ഏതാണ് വരിക? ഐ ജി എസ് ടി ആണ് വരിക. ഇനി വേറൊരു കേസ്, എക്സ്പോർട്ടിന്റെ കേസിൽ എന്തില്ല? ജി എസ് ടി ഇല്ല. കാരണം എന്താ അറിയോ? കാരണം എന്താണ്? എക്സ്പോർട്ട് കൂടുന്നതോറും ഇന്ത്യയിലേക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് കൂടുകയാണ് ചെയ്യുക. അപ്പം പരമാവധി ഗവൺമെന്റ് എന്ത് ചെയ്യും?
എല്ലാ ഇളവുകളും കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യൂല, അവിടെ എന്ത് വരില്ല, GST വരില്ല. യുനോ ദിസ് ഈസ് ദ ബേസിക് ലോജിക്. നമ്മള് ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്കല്ലേ വരുമാനം വരുന്നത്, ഫോറിൻ കറൻസിയിൽ കൂടുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഇന്ത്യ കൂടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ കറൻസിന്റെ മൂല്യം കൂടുകയോ ചെയ്യുക കുറയുകയോ ചെയ്യാം? പറയടോ, എന്താ ചെയ്യാ? കൂടുതൽ ചെയ്യാ, കൂടുന്നു. അല്ലെ കൂടുകയോ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, പരമാവധി ഗവൺമെന്റ് GST കുറച്ചു കൊടുക്കും. GST എന്ത് ചെയ്യില്ല, ഉൾപ്പെടുത്തൂല. കാരണം എന്താണ്, GST കൂട്ടിക്കഴിഞ്ഞാൽ അത് ആര് ബേർഡൻ ആണത്? ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ടർ ബേർഡൻ ആണ്. അപ്പൊ എക്സ്പോർട്ടർക്ക് പരമാവധി എന്ത് ചെയ്യുക, കൺസിഡറേഷൻ കൊടുക്കുന്നതാണ്. ദാറ്റ് ഇസ് വൈ ദർ ഇസ് നോ GST ഫോർ വാട്ട് എക്സ്പോർട്ട്. ക്ലിയർ? ഓക്കെ, ക്ലിയർ. ഓക്കെ. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ട്രീറ്റഡ് ആസ് എന്താണ്, ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. അത് ഏത് കാറ്റഗറി വരിക, IGST ആണ് വരിക. അപ്പൊ ആർക്കാണ് IGST എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എൻറ്റയർ അതോറിറ്റി ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. GSTന്റെ സ്ലാബ് മെയിൻ ഇതൊന്നുമല്ല. ഇപ്പൊ മെയിൻ 4 സ്ലാബാണ്. ഇതിൽ നിന്ന് വേരിയേഷൻ വരാം. 5, 12, 18, 28 ഇങ്ങനെയാണ് സ്ലാബ്. മാക്സിമം 28 ആൽക്കഹോൾ ഇല്ല, ആൽക്കഹോൾ അത് GST അല്ല, അത് സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചില പ്രൊഡക്റ്റിന് GST അല്ല ചാർജ് ചെയ്യാം, നമ്മൾ എന്താ ചാർജ് ചെയ്യാം, എക്സൈസ് ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യാം, നമ്മൾ ചാർജ് ചെയ്യാം. സോ ഇൻ കേസ് ഓഫ് ആൽക്കഹോളിൽ കാരണം എന്താ അറിയോ, എക്സൈസ് ഡ്യൂട്ടി നമ്മൾ അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതല്ല അവരുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഏതാണോ അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്താ? അപ്പൊ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്താണ്? മദ്യ ലോട്ടറി അല്ലേ. അപ്പൊ GST പെടുത്തൂല. GST പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ടാക്സ് കുറച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ എന്താണ്, കേരളം എന്താണ് ചാർജ് ചെയ്യുന്നത്, സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി. വിച്ച് മീൻസ് ഞാൻ പറഞ്ഞുതരാം, നമ്മളിപ്പോൾ ആൽക്കഹോൾ GSTയിലേക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിക്കുക കേരളം, എങ്ങനെയാണ് അതിന്റെ പകുതി പൈസ എവിടത്തേക്ക് പോകും? എടോ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ അല്ലേ, വിത്തിൻ സ്റ്റേറ്റ് ആണെങ്കിൽ അതിന്റെ പകുതി എവിടത്തേക്കാണ് പോവാ? സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകും. അപ്പോൾ കേരളം എന്ത് ചെയ്യുന്നില്ല, അത് ചാർജ് ചെയ്യുക. അതിന്റെ പകരമായിട്ട് എന്താ ചാർജ് ചെയ്യുന്നത്? ഇറ്റ് റിമെയിൻസ് സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി ആണ്. വിച്ച് മീൻസ് അത് എൻറ്റയർലി ആർക്കുള്ളതാണ്, ഏതാണോ സ്റ്റേറ്റ് അവർക്കുള്ളതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ലോജിക് കിട്ടിയില്ല എന്താന്നുള്ളത്? വെറുതെ വായിച്ചു പോയാൽ പോരാ, ഈസിയാണ് പഠിക്കുന്നത്. ഓക്കെ, അടുത്തെന്താ, കോമ്പൻസേഷൻ സെസ് എന്താണ്? അത് GST നമ്മൾ ഇമ്പോസ് ചെയ്ത ഒരു സെസ് ആണ്, കോമ്പൻസേഷൻ സെസ് എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ GST സ്ലാബ് റേറ്റിൽ നമ്മൾ കൊടുക്കുക അല്ലേ. സാധാരണ നമ്മൾ എന്ത് ചെയ്യണം, GSTന്റെ രജിസ്ട്രേഷൻ എടുക്കണം. GSTI എന്നാണ് പറയുക. അതിന് GSTന്റെ രജിസ്ട്രേഷൻ എടുത്തിട്ട് അതിൽ GST രജിസ്ട്രേഷൻ എടുത്ത ആളുകളാണ് എന്ത് GST കൊടുക്കുന്നത്. ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ GSTയിൽ ഇപ്പൊ ഇത്ര ടേൺ ഓവർ മീൻസ് ടോട്ടൽ സെയിൽസ് കേട്ടോ, ഇത്ര ടേൺ ഓവർ 1.5 crore, 1.5 കോടിന്റെ താഴെ ടേൺ ഓവർ ഉള്ള ബിസിനസ്സിന് വേണം എന്ത് ചെയ്യാം, കോമ്പൻസേഷൻ സ്കീം എടുക്കാം. കോമ്പൻസേഷൻ സ്കീം വെച്ചാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യണ്ട, ഡിഫറൻറ്റ് റേറ്റ്, ഓരോ പ്രൊഡക്റ്റിന് ഓരോ GST അല്ലേ, അങ്ങനെ കൊടുക്കണ്ട. അവർക്ക് കോമൺ ആയിട്ട് ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ടാക്സ് എന്ത് ചെയ്താൽ മതി, അവർ ഗവൺമെന്റിലേക്ക് അടച്ചാൽ മതി. അതാണ് കോമ്പൻസേഷൻ. ഓക്കെ, അത് കോമ്പോസിഷൻ എന്നാണ് പറയുക. ഇവിടെ കോമ്പൻസേഷൻ മീൻസ് imposed under the GST state means compensation to state act 2017 എന്ന് പറയാം. സാധാരണ GST വരുന്നതിന് മുന്നേ എന്തായിരുന്നു സിസ്റ്റം, എന്തായിരുന്നു? വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമ്മളിപ്പോ GST വന്നതിന് ശേഷം സ്റ്റേറ്റിലേക്ക് എന്ത് വന്നിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി ഈ സ്റ്റേറ്റ് തന്നെ കൊണ്ടുവന്നൊരു സെസ് ആണ് എന്ത്, കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത്. ക്ലിയർ? മറ്റത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കോമ്പോസിഷൻ ലെവിയാണ്. കോമ്പോസിഷൻ മീൻസ് എന്താണ്, നമ്മൾ ഇത്ര ടേൺ ഓവറിന് താഴെയുള്ള ബിസിനസ്സിന് എന്ത് ചെയ്യണ്ട, ഡിഫറെന്റ് സ്ലാബ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവർക്കൊരു കൺസിഡറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത്തരം സ്കീം ഇറക്കുന്നത്. അവർക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഓരോ പ്രൊഡക്റ്റ് നോക്കാം, ഇതിന്റെ കീഴിലാണ് വരുന്നത് നോക്കാം. പെട്രോളിയം പ്രൊഡക്റ്റ് ഇതുവരെ GSTയിൽ വന്നിട്ടില്ല, ഇപ്പോഴെന്താണ്, എക്സൈസ് ഡ്യൂട്ടി ആണ്. ഓക്കെ, ടൊബാക്കോ എന്താണ്, ടൊബാക്കോ രണ്ടും ഉണ്ട്. നമ്മളിപ്പോ പുകയില ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില കൂടാനുള്ള കാരണം എന്താ, അവിടെ GST ഉണ്ട്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി എന്ന സമയത്ത് ആർക്കാ പോവുക, ആർക്കാണ് പോവുക, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി സെൻട്രലിനാണ്. പിന്നെ വരുന്ന റിയൽ എസ്റ്റേറ്റ് GST ഇല്ല. ഓക്കെ, ഈ കോമ്പോസിഷൻ സ്കീം ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, എന്താണ്, ടേൺ ഓവർ അപ് ടു 1.5 crore, 1.5 കോടി വരെ ടേൺ ഓവർ ഉള്ള ബിസിനസ് ആണെങ്കിൽ അവർക്ക് എന്താണ്, കോമ്പോസിഷൻ സ്കീമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, ടാക്സ് ഫിക്സ്ഡ് ആണ് കേട്ടോ, റേറ്റ് അല്ല, എന്താണ്, സ്ലാബ് റേറ്റ് അല്ല, ഫിക്സ്ഡ് റേറ്റ് ഓഫ് ടാക്സ് ആണ്. അവർ ഏത് പ്രൊഡക്റ്റ് വിറ്റാലും ഫിക്സ്ഡ് റേറ്റ് ഓഫ് ടാക്സ് ആണ്. അതേസമയം 1.5 കോടിന്റെ മേലെ ടേൺ ഓവറുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അവർ ഡിഫറെന്റ് പ്രൊഡക്റ്റിന് ഡിഫറെന്റ് GST എന്ത് ചെയ്യണം, ചാർജ് ചെയ്യണം. മനസ്സിലായില്ലേ?
എക്സ്പോർട്സ് എന്താ? എക്സ്പോർട്സ് ഈ സീറോ റേറ്റഡ് ആണ്, വിച്ച് മീൻസ് എന്താ? എക്സ്പോർട്ട് ടാക്സ് ഉണ്ടോ? ഇല്ല. എക്സ്പോർട്ട് എന്താണ്? ഇല്ല. സീറോ റേറ്റഡ് ആണ്. സീറോ റേറ്റഡ്. ടാക്സ് ഇല്ല. ടാക്സ് ഇല്ല. ടാക്സ് ഇല്ല. അതാണ് എക്സ്പോർട്ട് എന്താണ്? സീറോ റേറ്റഡ് ആണ്. ഓക്കെ. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റും ഈടാക്കുന്ന ചില എന്ത് ഡ്യൂട്ടീസ് ഇപ്പൊ നമ്മൾ പറഞ്ഞു തരാണ്. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയിലെ ടൊബാക്കോന്റെ മേലെ നിങ്ങൾ വായിച്ചത് എന്തൊക്കെ ടാക്സ് ആണ്? ഇത്രയും ടാക്സ് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ യൂണിഫൈ ചെയ്താണ് എന്ത് വന്നത്? GST വന്നത് കേട്ടോ. എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ ഡ്യൂട്ടി ഓൺ എക്സൈസ്, സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി, ഇങ്ങനെ സ്റ്റേറ്റ് ആണെങ്കിൽ സെൻട്രൽ സെയിൽസ് ടാക്സ്. നിങ്ങൾ സെൻട്രൽ സെയിൽസ് ടാക്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് അല്ല, ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ലക്ഷറി ടാക്സ് ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കേട്ടോ. പർച്ചേസ് ടാക്സ്, ടാക്സ് ഓൺ ലോട്ടറി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പൊ ഇതൊക്കെ യൂണിഫൈ ചെയ്തുകൊണ്ടാണ് എന്ത് വന്നത്? GST വന്നത്. പക്ഷെ ഇപ്പോഴും പെട്രോള് പോലെയുള്ള ടൊബാക്കോ പോലെയുള്ള ചില ഐറ്റംസ് എന്താണ് ഇപ്പോഴും GST അല്ല, GST പകരമായിട്ട് എന്താണ്? എക്സൈസ് ഡ്യൂട്ടി തന്നെയാണ്. കാരണം എന്താണ്? ആൽക്കഹോൾക്ക് GST കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം വലിയ ലോസ് വരാം. ഇറ്റ്സ് എ ഡിപ്ലോമാറ്റിക് ഡിസിഷൻ. ഓക്കെ. ഇനി എന്തൊക്കെയാണ്? അപ്പൊ ആൽക്കഹോൾ എന്താ? ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ, പവർ ടു ടാക്സ് റിമെയിൻസ് വിത്ത് സ്റ്റേറ്റ് ആണ് കേട്ടോ. സെൻട്രലിനില്ല, സെൻട്രലിന് അധികാരമില്ല. പെട്രോളിയം പ്രൊഡക്റ്റ് ആണെങ്കിൽ ക്രൂഡ് ഓയിൽ, ഡീസൽ, പെട്രോൾ, നാച്ചുറൽ ഗ്യാസ് ഒക്കെ ആണെങ്കിൽ മേ ബി അത് ഫ്യൂച്ചറിൽ GST വന്നേക്കാം. എന്റർടൈൻമെന്റ് ടാക്സ് ആണെങ്കിൽ എന്താണ്? ലോക്കൽ ബോഡീസ് ആണ്. എന്റർടൈൻമെന്റ് ടാക്സ് ചാർജ് ചെയ്യാനുള്ള അവകാശക്കാർക്കാണ്. ലോക്കൽ ബോഡീസ് ആരാ? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. ഓക്കെ. ടൊബാക്കോ ആണെങ്കിൽ എന്താണ്? GST ഉണ്ട്, അവിടെ എന്തുണ്ട്? എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ GST രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? GST രജിസ്ട്രേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. നമ്മൾ ആധാർ കാർഡ് ഒക്കെ പോലെ ആ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന നമ്പറാണെന്ത്? GSTIN എന്നാണ് പറയുക. ഓക്കെ. ഇതാണ് ഇതിന്റെ ഒരു നമ്പറിന്റെ സ്ട്രക്ചർ. ഫോർമാറ്റ് ഓഫ് GSTIN ഇങ്ങനെയാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. അതൊരു 15 ഡിജിറ്റ് കോഡാണ്. ആദ്യത്തെ 2 കോഡ് സ്റ്റേറ്റ് കോഡ് ആയിരിക്കും. പിന്നെ ബാക്കി എന്താ? പാൻ കാർഡ് വേണം അല്ലേ? ആരാണോ അപ്ലൈ ചെയ്യുന്ന അയാളുടെ പാൻ കാർഡ്, ഓണറുടെ പാൻ കാർഡ്. പിന്നെ എന്താണ്? എൻറ്റിറ്റി നമ്പർ ഓഫ് ദി സെയിം പാൻ ഹോൾഡർ. പിന്നെ ആൽഫബറ്റ് സെഡ് എന്താണ്? എല്ലാ GST രജിസ്ട്രേഷനും കാണാൻ പറ്റുന്ന ഒരു കോമൺ ആൽഫബറ്റ് എന്താണ്? സെഡ് ആണ്. A to Z എങ്ങനെയാണല്ലോ വരിക. പിന്നെ 5 എന്നാണ് ഇതിന്റെ ചെക്ക് ഡിജിറ്റ് സം ആണ് 5. ഇവിടെ 22 കണ്ടില്ലേ? സ്റ്റേറ്റ് കോഡ് എത്രയാ? 22 അല്ലെ? 22 എത്രയാ? 22 എത്രയാണ്? 4 അല്ലെ? ഇവിടെ എത്രയാ വന്നേ? ഡിജിറ്റ് എത്രയാ വന്നേ? 1. അപ്പൊ ഈ 5 എങ്ങനെ കിട്ടി? 22 + 1 5. ഇങ്ങനെയാണ് GST. ഇതാണ് ഇതിന്റെ ഒരു കോഡ്. മനസ്സിലായില്ലേ? അത്രയൊന്നും പഠിക്കണ്ട. നിങ്ങൾ GST എന്താന്ന് പഠിച്ചു. 15 ഡിജിറ്റ് കോഡാണ്. Is assigned to business registered under GST in India. Clear? Is based on taxpayers പാൻ കാർഡിന്റെ ബേസിലാണ് എന്ത് വരിക കേട്ടോ. ഓക്കെ. അപ്പൊ പാൻ കാർഡിന്റെ ബേസിലാണ് GSTന്റെ എന്ത്? GST ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ത് ചെയ്യുന്നത്? ഫ്രെയിം ചെയ്യുന്നത്. നമ്മൾ ടാക്സ് കളക്ഷൻ, ഒരാൾക്ക് GST കളക്ട് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് അവിടെ എന്തുണ്ടായിരിക്കണം? GST രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഇൻപുട്ട് ടാക്സ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? അദ്ദേഹത്തിന് GST ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ GSTന്റെ കീഴിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് നിർബന്ധമായിട്ട് അദ്ദേഹം എന്തെടുക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. എടാ, നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്ന് അറിയാം? എത്ര പേർക്ക് അറിയാം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണുള്ളത്? വാട്ട് യു മീൻ ബൈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? ഐ ഡോണ്ട് നോ. അറിയില്ല സാറേ എനിക്ക്. ഓക്കെ. ഇനി അത് അറിയില്ല. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം എന്താണല്ലോ. ഓക്കെ. ഇവിടെ കണ്ടോ നിങ്ങൾ? ITC മീൻസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. ഇവിടെ പർച്ചേസ് മീൻസ് ഇപ്പൊ ഞാനാണ് എന്ത് വിൽക്കുന്ന ആള്. ആരാണ്? ഞാനാരാണ്? സാധനം വിൽക്കുന്ന ആള് അല്ലെ? ഞാനിപ്പോ എന്ത് ചെയ്യാണ്? 50,000 രൂപന്റെ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. എത്ര രൂപന്റെ പർച്ചേസ് ചെയ്തു? 50,000 രൂപയുടെ പർച്ചേസ്. 50,000 രൂപന്റെ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ പറ്റും അല്ലെ? അങ്ങനെ 50,000 രൂപന്റെ റോ മെറ്റീരിയൽ ഞാൻ പർച്ചേസ് ചെയ്ത് അതിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? 18% എന്ത് കൊടുത്തിട്ടുണ്ട്? GST കൊടുത്തിട്ടുണ്ട്. അപ്പൊ GST എത്ര വന്നു? ഇവിടെ 9,000 ആണ് GST വരുന്നത്. ഓക്കെ. ക്ലിയർ ആയല്ലോ? ഇത്രയാണ് എന്റെ എക്സ്പെൻസ്. ഓക്കെ. ഞാനിപ്പോ എത്ര കൊടുത്തു? 50,000 രൂപ റോ മെറ്റീരിയൽ വാങ്ങിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെന്റിലേക്ക് എത്ര കൊടുത്തിട്ടുണ്ട്? ഞാൻ വിൽക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? റോ മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് ഞാൻ ആരാണ്? ബയറല്ലേ? ബയറാണ്. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഞാൻ എന്ത് ചെയ്യും? അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ടാക്സ് കൊടുത്തിട്ടുണ്ട്. 80,000 രൂപ ഓൾറെഡി കൊടുത്തിട്ടുണ്ടേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഞാൻ എന്ത് ചെയ്തു? 80,000 രൂപ ഞാൻ എന്ത് ചെയ്തു? വിറ്റു. അത് 80,000 rupees ഞാൻ എന്ത് ചെയ്തു? അത് വിറ്റു. ക്ലിയർ? പ്ലസ് അതിനോട് എന്ത് കൂടി ആഡ് ചെയ്തു? 80% എന്തുകൂടി ആഡ് ചെയ്തു?
GST ആഡ് ചെയ്തു. എത്രയാണ്? 18% GST ആഡ് ചെയ്തു. അപ്പൊ എനിക്ക് എത്ര കിട്ടി ഇവിടെ? 18,000ന്റെ 18% എത്രയാണ്? 14,000. എത്ര കിട്ടുന്ന ഇവിടെ? 14,400. ക്ലിയർ ആയിട്ടുണ്ടാ? ഇത് ക്ലിയർ ആയി? ഞാനിപ്പോ പറഞ്ഞ് ക്ലിയർ ആയി എന്താന്നുള്ളത്. 15,000 റുപ്പീസിന്റെ ഗുഡ്സ് ഞാൻ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. ഗുഡ്സ് മീൻസ് റോ മെറ്റീരിയൽ. ആ റോ മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് 80,000 രൂപയ്ക്ക് വിറ്റു. ഈ ഗുഡ്സ് വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെന്റിലേക്ക് 9,000 പിന്നെ GST കൊടുത്തിട്ടുണ്ട്. ഗുഡ്സ് വിറ്റ സമയത്ത് എനിക്ക് എത്ര GST കിട്ടി? പറഞ്ഞ എനിക്ക് എത്ര GST കിട്ടി? 14,400. 14,400 എന്ത് ചെയ്തു? GST കിട്ടി അല്ലെ? ഈ സെയിൽ 80,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, ഓൾറെഡി ഞാൻ ഈ 50,000 പിന്നെ എത്ര കൊടുത്തിട്ടുണ്ട് GST? 9,000 കൊടുത്തില്ലേ? 9,000 കൊടുത്തു. മീൻസ് കൊടുത്തില്ലേ? 9,000 കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് എത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എനിക്ക് എത്ര കിട്ടണം ഇവിടെ? 9,000 കിട്ടണം. കാരണം എന്താ? 9,000 ഓൾറെഡി കൊടുത്താണ്. അപ്പൊ GST മീൻസ് ഓൺലി വാല്യൂ ആഡഡ് ടാക്സ് ആണ്. അവിടെ എന്ത് വരുന്നില്ല? ഡബിൾ ടാക്സേഷൻ വരുന്നുണ്ടോ? ഇല്ല. ഓൾറെഡി ടാക്സ് ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഗവൺമെന്റിലേക്ക് 9,000 ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ട് അല്ലെ? വീണ്ടും ഞാൻ എന്ത് ചെയ്യണ്ട? വിറ്റിട്ട് ഞാൻ എന്ത് ചെയ്യണ്ട? പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഈ 14,400 മൊത്തത്തിൽ എന്ത് ചെയ്യണ്ട? ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ എത്ര കൊടുത്താൽ മതി? ഇതിൽ നിന്ന് എന്റെ ഷെയർ എത്രയാ? 9,000. 9,000 ഞാൻ ഓൾറെഡി കൊടുത്ത എമൗണ്ട് അത് കുറച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി. അപ്പൊ എത്ര കൊടുത്താൽ മതി? 400 കൊടുത്താൽ മതി. 5,400 എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. ഇനി പോട്ടെ, ഞാനിപ്പോ എത്ര കൊടുത്തു? 14,400 കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനിയിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? GST റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടിയ ഒരു ഫോം ഉണ്ട്. ആ ഫോം ഞാൻ ഗവൺമെന്റിലേക്ക് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ടിലേക്ക് എന്ത് ക്രെഡിറ്റ് ആവും? എത്ര രൂപ ക്രെഡിറ്റ് ആവും? ഇപ്പൊ പറഞ്ഞ് മനസ്സിലായില്ല? ഞാനിപ്പോ എത്രയാണ്? 14,400 ഞാൻ ഇത് കൊടുത്തു എന്ന് വിചാരിക്കാം. മൊത്തത്തിൽ കൊടുത്തു, ഗവൺമെന്റിലേക്ക് കൊടുത്തു. അപ്പൊ എനിക്ക് അവിടെ എന്ത് കിട്ടിയില്ല? ITC ഞാൻ ക്ലെയിം ചെയ്തില്ല. അപ്പൊ ITC ക്ലെയിം ചെയ്യാൻ വേണ്ടി ഒരു ഫോം ഉണ്ട്. ഓക്കെ, ITC ക്ലെയിം ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫോം കൊടുക്കേണ്ട. ഫോം ഞാൻ എന്ത് ചെയ്തു? ഗവൺമെന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്ര ITC ക്ലെയിം ചെയ്യാൻ കിട്ടും? ഞാൻ എത്രയാണ്? അല്ലല്ല, 5,400 കിട്ടും. 9,000 എനിക്ക് എന്ത് ചെയ്യാൻ കിട്ടുക? കാരണം ഇവിടെ 9,000 ഇപ്പൊ സിമ്പിൾ ആണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മീൻസ് സെല്ലർ എത്രയാണോ ഓൾറെഡി ഗവൺമെന്റിലേക്ക് കൊടുത്തത് അത് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റും. ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന GST എന്ത് ചെയ്യാൻ പറ്റും? അത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ലോജിക്ക്. ഇത് കിട്ടിയോ? ITC എന്താ പറയുന്നത്? ബിലോസ് ബിസിനസ് ടു ഓഫ്സെറ്റ് പർച്ചേസ് ഓഫ് ടാക്സ് അഗൈൻസ്റ്റ് എന്താണ്? സെയിൽസ് ടാക്സും പർച്ചേസ് ടാക്സും എന്ത് ചെയ്യുക? ഓഫ്സെറ്റ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യുക മീൻസ് എന്താണ്? ബാലൻസ് ചെയ്യാം അല്ലെ? ക്ലിയർ? അപ്പോ GST കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണ്? ITC ആണ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആണ്. ഇതിങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ ടാക്സ് ക്രെഡിറ്റ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? അപ്പൊ SGSTക്കാണ് നമുക്ക് ITC കിട്ടിയെങ്കിൽ നമ്മൾ ആദ്യം എന്താ യൂസ് ചെയ്യേണ്ടത്? നമ്മൾ പ്രയോറിറ്റി യൂസ് ചെയ്യുന്നത് ആദ്യം എന്താ യൂസ് ചെയ്യുക? SGST യൂസ് ചെയ്യും. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? IGST നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ പിന്നെ UTGST ആണെങ്കിൽ ആദ്യം നമ്മൾ ഏതാ യൂസ് ചെയ്യുക? UTGST. പിന്നെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? IGST യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ നമ്മൾ എന്താണ്? CGST ആണ് എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം യൂസ് ചെയ്യുക. അതിന് ശേഷമാണ് എന്ത് ചെയ്യുക? നമ്മൾ IGSTക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടാക്സ് ക്രെഡിറ്റിന്റെ യൂസേജ് ഏതാണോ നമ്മൾ അപ്രോപ്രിയേറ്റ് ടാക്സ് അതാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ടത്. പിന്നെ ടൈപ്സ് ഓഫ് സെയിൽ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 2 തരത്തിലുള്ള സെയിലാണ്. ഒന്നെന്താ? സെയിൽസ് വിത്തിൻ സ്റ്റേറ്റ്. ഇതെങ്ങനെ ചാർജ് ചെയ്യാണ്ടില്ലേ? വിത്തിൻ സ്റ്റേറ്റ് ആണ്. 2 ടാക്സ് ആണ്, CGST പ്ലസ് SGST. 2.5 സെയിൽസ് എത്രയാ? 1 lakh. 1 lakh 2.5 എത്ര വരുന്നു? 2,500 CGST പോയി. 2,500 ആർക്ക് പോകും? സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് പോയി. ഓക്കെ, ഇനിയിപ്പോ IGST ആണെങ്കിലോ ഫുൾ ആയിട്ട് സെൻട്രൽ ഫുള്ളായിട്ട് എത്ര വരും? 5,000 രൂപ ആർക്കാണ് കിട്ടുക? സെൻട്രൽ ഗവൺമെന്റിലേക്കാണ് എന്ത് കിട്ടുക? ഓക്കെ, നിങ്ങൾ വായിച്ചാൽ മതി. ഇത് പറയാവുന്ന കാര്യമാണല്ലോ. ഇത് ഞാൻ പറഞ്ഞ കാര്യമാണ് അതല്ലേ? CGST ഇപ്പൊ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, ഇൻട്രാ സ്റ്റേറ്റ് ആണ് എന്തൊക്കെ വരിക? CGST, SGST. യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ CGST എന്ത് വരും? SGST. അപ്പൊ യൂണിയൻ ടെറിട്ടറി വിത്ത് ലെജിസ്ലേച്ചർ ആണെങ്കിൽ നമ്മൾ SGST എന്നാണ് പറയാ. യൂണിയൻ ടെറിട്ടറി വിത്തൗട്ട് ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ നിയമസഭ ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ എന്താ വരിക? UTGST ആണ് എന്ത് ഇവിടെ വരിക. ഓക്കെ, ഇനി IGST ആണെങ്കിൽ പിന്നെ എന്തേ വരുള്ളൂ ഇവിടെ? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ഓക്കെ, ഇനി ഓരോ പ്രൊഡക്റ്റിന്റെ GST കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. ഇതുവരെ ക്ലിയർ അല്ലേ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും GSTയും SGST, CGST അതൊക്കെ ക്ലിയർ അല്ലേ? ഓൾ ഓഫ് യു
Clear? sir, clear ആണ്. Okay, fine. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന സപ്ലൈ എന്താണെന്നുള്ളതാണ് അല്ലേ. ഒരു GST ടാക്സ് അവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഏതാണ് അതിന്റെ ഈവന്റ് എന്താണ്? സപ്ലൈ ആണ്. ഒരാള് വേറൊരാൾക്ക് ഗുഡ്സ് കൈമാറിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അവിടെ GST എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നുള്ളൂ അല്ലെ. ഞാനിപ്പോ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് എന്റെ കൈവശം വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. GST അവിടെ എൻക്വയറി ചെയ്യണമെങ്കിൽ വി ഷുഡ് എന്താണ് there is a need of what സപ്ലൈ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ ഈ ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് കവേർഡ് ആൻഡ് ടാക്സ് ഈസ് അപ്ലൈഡ് ബേസ്ഡ് ഓൺ ദ പോയിന്റ് ഓഫ് എന്താണ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ചില സപ്ലൈസ് എന്താണ് GST നോൺ ടാക്സബിൾ ആണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണുള്ളത്. സപ്ലൈന്റെ സെക്ഷൻ 7 ആണ് കേട്ടോ. അപ്പൊ എന്താണ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ എന്നാണ് പറയുക. ഇപ്പൊ ഇന്റർസ്റ്റേറ്റ് മീൻസ് എന്താ? ഇൻട്രാസ്റ്റേറ്റും ഉണ്ട് ഇന്റർസ്റ്റേറ്റും ഉണ്ട്. ഇന്റർസ്റ്റേറ്റ് എന്തൊക്കെയാ? 2 ഡിഫറെന്റ് സ്റ്റേറ്റ് വരാം, 2 ഡിഫറെന്റ് എന്ത് വരാം, യൂണിയൻ ടെറിട്ടറി വരാം. ഫോർ എക്സാമ്പിൾ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് എവിടുത്തെ ജമ്മു ആൻഡ് കാശ്മീരിലെ എന്താ പറയുക ലഡാക്ക് എന്നാണ് പറയല്ലേ. അവിടുന്ന് എന്ത് ചെയ്യുന്ന അവിടുന്ന് ലക്ഷദ്വീപിലേക്ക് ആൻഡമാൻ നിക്കോബാറിന്ന് ലക്ഷദ്വീപിലേക്ക് പോവാണ്. അപ്പൊ എന്താണ് രണ്ടെന്താണ് യൂണിയൻ ടെറിട്ടറി അല്ലേ. ഒരു സ്റ്റേറ്റും എന്ത് വരാം, ഒരു യൂണിയൻ ടെറിട്ടറിയും വരാം. ഇതിനൊക്കെയാണ് എന്ത് പറയുന്നത് നമ്മൾ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനിയിപ്പോ വേറെ കേസ് ആണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാണ്, ഇന്ത്യയിലേക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് പറയും നമ്മള് IGST എന്നാണ് എന്താ പറയാ. എക്സ്പോർട്ടിന്റെ കേസ് ആണെങ്കിൽ ചില കേസിൽ മാത്രം. ഓക്കെ, എക്സ്പോർട്ടിന്റെ കേസിൽ എന്തില്ല നമ്മൾ IGST എന്ന് പറയുമെങ്കിൽ അവിടെ എന്താ ടാക്സ് റേറ്റ് എത്രയാണ്? 0 ആണ്. ഓക്കെ, ടാക്സബിൾ സപ്ലൈ എന്താ? ടാക്സബിൾ സപ്ലൈ മീൻസ് GST ചാർജ് ചെയ്യുന്ന എല്ലാ സപ്ലൈ എന്താണ് ടാക്സബിൾ ആണ്. എക്സെപ്റ്റോ GST നിന്ന് എക്സെപ്റ്റ് ആയിട്ടുള്ള GST നിന്ന് എക്സെപ്റ്റഡ് ആയിട്ടുള്ള ചില ഗുഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്തില്ല GST ഇല്ല. ഹെൽത്ത് കെയർ സർവീസസ് നോൺ ടാക്സബിൾ എന്താണ്? സപ്ലൈ ദാറ്റ് ആർ നോട്ട് സബ്ജക്ട് ടു GST സച്ച് ആസ് ഗുഡ്സ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് എന്താ പറയാ GST എന്ന് പറയും. ഗുഡ്സ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് എന്ത് പറയും GST. ചിലപ്പം വേറെ ടാക്സ് എന്ത് ചെയ്യാം, അതിന് ചാർജ് ചെയ്യാം. വാട്ട് ഇൻ സീറോ റേറ്റഡ് സപ്ലൈ? GST ഉണ്ട്, പക്ഷേ അതിന്റെ റേറ്റ് എത്രയാണ്? 0 ആണ്. സീറോ റേറ്റഡ് സപ്ലൈ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എത്രയാണ്? ഏതാണ്? എക്സ്പോർട്സ് ആണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. പക്ഷെങ്കിൽ എക്സ്പോർട്ടേഴ്സിന് എന്ത് കിട്ടുന്നുണ്ട് അവിടെ? എന്ത് കിട്ടും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. സീറോ റേറ്റഡ് ആണെങ്കിൽ എന്ത് കിട്ടും അവർക്ക്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് കോമ്പോസിറ്റ് ആൻഡ് മിക്സ്ഡ് സപ്ലൈ എന്ന് പറയുന്നത്. എന്താ കോമ്പോസിറ്റ് സപ്ലൈ? ഫോർ എക്സാമ്പിൾ ഒരു ഫോൺ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും അവിടെ? ചാർജർ കിട്ടുന്നില്ലേ? നാച്ചുറലി ബണ്ടിൽഡ് ആയിരിക്കും. ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആമസോണിൽ നിന്ന് ഒരു ഫോൺ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും അത് നാച്ചുറലി ബണ്ടിൽഡ് അല്ലേ. അപ്പൊ ചാർജറിന് ഒരു ടാക്സ്, ഫോണിന് വേറൊരു ടാക്സ്, അങ്ങനല്ല. ഇവിടെ ഏതാണോ പ്രിൻസിപ്പൽ സപ്ലൈ, നിങ്ങൾക്ക് എന്തുകൊണ്ടാ ചാർജർ കിട്ടിയത്? ഫോൺ വാങ്ങിയത് കൊണ്ടല്ലേ. അപ്പൊ ഇവിടെ പ്രിൻസിപ്പൽ സപ്ലൈ ഏതാ? ഫോൺ അല്ലേ. അപ്പൊ ഫോണിലാണ് എന്ത് ചെയ്യാ നമ്മൾ ചാർജ് ചെയ്യാം. വിച്ച് മീൻസ് ഫോണാണ് എന്ത് ചെയ്യുക, ഫോണിലാണ് എന്ത് ചെയ്യുക നമ്മൾ ടാക്സ് ചാർജ് ചെയ്യാം. ഓക്കെ, ചാർജർ അല്ലേ ഉദ്ദേശിച്ചത്. ചാർജ് ചെയ്യാൻ മീൻസ് എന്താണ്? ടാക്സ് ചാർജ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ വൺ ഓഫ് വിച്ച് ഈസ് പ്രിൻസിപ്പൽ സപ്ലൈ. ടാക്സ് ലയബിലിറ്റി ഷാൽ ബി റേറ്റ് ഓഫ് എന്താണ്? റേറ്റ് ഓഫ് പ്രിൻസിപ്പൽ സപ്ലൈ. ഓക്കെ, ഇപ്പോൾ ചാർജർ സപ്ലൈഡ് അലോങ് വിത്ത് മൊബൈൽ ഫോൺസ്. അപ്പൊ ഇവിടെ ഏതിന്റെ റേറ്റിലാണ് എന്ത് GST ചാർജ് ചെയ്യാം? ഏതാണോ പ്രിൻസിപ്പൽ സപ്ലൈ അതാണ് കോമ്പോസിറ്റ്. കോമ്പോസിറ്റ് മീൻസ് കോമ്പോസിറ്റ് ഗുഡ്സ്. ഒരു ഗുഡ്സിന് ഒന്നില്ലാണ്ട് ഒന്നും പറ്റില്ല അല്ലെ. കോമ്പോസിറ്റ് ഗുഡ്സിന് വേറെ എക്സാമ്പിൾ പറഞ്ഞു നിങ്ങൾ. ഫ്രിഡ്ജ് സ്റ്റെബിലൈസർ എക്സാമ്പിൾ അല്ലേ. ഇനി ഏതൊരു എക്സാമ്പിൾ കോമ്പോസിറ്റ് ഗുഡ്സ്? എടാ ഫോൺ ഉപയോഗിക്കണം നമുക്ക് നിർബന്ധമായിട്ട് എന്ത് വേണം? ചാർജർ വേണ്ടേ. അപ്പൊ അതാണ് കോമ്പോസിറ്റ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മിക്സഡ് സപ്ലൈ നമ്മൾ ഡിഫറെന്റ് പ്രൊഡക്റ്റ് ആയിരിക്കും, യാതൊരു ബന്ധവും ഇല്ലാത്ത കുറെ പ്രൊഡക്റ്റുകൾ. അതെന്ത് ചെയ്യും? നമ്മള് മിക്സ് ആയിട്ട് എന്ത് ചെയ്യാം? നമ്മൾ എന്ത് എന്താ പറഞ്ഞ? ഒന്നുമില്ല, അതിന് സെപ്പറേറ്റ് ചാർജ് ആണെന്നാ പറഞ്ഞത് ടാക്സ്. ഏത് മിക്സഡ് സപ്ലൈ ആണോ? ഓക്കെ, മിക്സഡ് സപ്ലൈ എന്താ ഉദ്ദേശിച്ചത്? സെപ്പറേറ്റ് ചാർജ് അല്ല, ഏതാണോ ഹൈസ്റ്റ് റേറ്റ് ഓഫ് ചാർജ് അതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചാർജ് ചെയ്യാം. മനസ്സിലായില്ലേ? അതിന്റെ ടോട്ടൽ വാല്യൂ. ഫോർ എക്സാമ്പിൾ ഒരു ഗിഫ്റ്റ് പാക്കിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ഇവിടെ ചോക്ലേറ്റ് ഉണ്ട്, കാൻഡിൽസ് ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, ബലൂൺസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് അല്ലേ പ്രൊഡക്റ്റ്. ഇതൊക്കെ ഒന്നിച്ച് എന്ത് ചെയ്യുന്നു? ഒരു മിക്സ് ആയിട്ട് ഒന്നിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇതില് ചിലപ്പോ ചോക്ലേറ്റിനേക്ക് എന്ത് ഹൈ റേറ്റ് ഓഫ് ടാക്സ്. അങ്ങനെയാണെങ്കിൽ ആ മൊത്തം വാല്യൂ, ആ ഗിഫ്റ്റ് പാക്കിന്റെ മൊത്തം വാല്യൂ എന്ന് പറയുന്നത് 10,000 rupees ആണ്. ചോക്ലേറ്റിന്റെ ടാക്സ് 10% ആണ്, കാൻഡിൽസ് 2%, സ്വീറ്റ്സ് 5%, ബലൂൺസ് എത്രയാണ് വരുന്നത്? ഒരു 3%. അപ്പൊ ഇതിൽ ഏറ്റവും ഹൈസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് ഏതാ?
ഏതാ ഈ എക്സാമ്പിൾ ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഏതാ ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് ഏത് വരിക ചോക്ലേറ്റ് അല്ലേ. അപ്പൊ ഇതിന്റെ ടോട്ടൽ വാല്യൂ എന്ത് ചെയ്യും 10% എന്ത് ചെയ്യും ചാർജ് ചെയ്യും. മനസ്സിലായില്ലേ? മിക്സ്ഡ് സപ്ലൈ ഇത്രയേ ഉള്ളൂ. മിക്സ്ഡ് സപ്ലൈയില് നമ്മൾ പ്രിൻസിപ്പൽ സപ്ലൈ ഒന്നല്ല, അതിൽ ആ മിക്സ്ഡ് സപ്ലൈയിലെ പ്രൊഡക്റ്റിൽ ഏതാണോ ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് വരുന്നത് അതാണ് എന്ത് ചെയ്യുക നമ്മൾ ടാക്സ് ആയിട്ട് ചാർജ് ചെയ്യാം. ക്ലിയർ ക്ലിയർ ഓൾ ഓഫ് യു? കോമ്പോസിറ്റ് സപ്ലൈ ഏതാണ്? പ്രിൻസിപ്പൽ സപ്ലൈന്റെ ടാക്സ് ആണ് എന്ത് ചെയ്യുക നമ്മൾ ചാർജ് ചെയ്യുന്നത്. മിക്സ്ഡ് സപ്ലൈയിലോ ആ പ്രൊഡക്റ്റിൽ ഏതാണോ ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് അതാണ് എന്ത് നമ്മൾ ചാർജ് ചെയ്യാം. ഓക്കെ ക്ലിയർ? ക്ലിയർ ക്ലിയർ ഓൾ ഓഫ് യു? കോമ്പോസിറ്റ് മിക്സ്ഡ് സപ്ലൈ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ത് ചോദിക്കുന്നത്. ക്ലിയർ. ഓക്കെ അല്ലേ? മിക്സ്ഡ് സപ്ലൈയിൽ പ്രൊഡക്റ്റ് തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. കോമ്പോസിറ്റ് എന്നാണ് പേരിൽ തന്നെ വ്യക്തമാണത്. ദ നെയിം വിച്ച് ഷോസ് ദ കോൺസെപ്റ്റ് ഓൾസോ. കോമ്പോസിറ്റ് മീൻസ് വൺ ഗുഡ്സ് ഈസ് കോമ്പോസിറ്റ് ടു അനദർ എന്നാണ്. ഓക്കെ മ്യൂച്വൽ ഡിപെൻഡൻസ് എന്താ പറയാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഇൻട്രാസ്റ്റേറ്റ്? എന്താ വിത്തിൻ ദ സ്റ്റേറ്റ് അല്ലെ, സെയിം സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. അപ്പൊ അവിടെ എന്തൊക്കെ വരും ടാക്സ്? CGST ആൻഡ് SGST. വാട്ട് വിൽ ബി ഇന്റർസ്റ്റേറ്റ്? വൺ സ്റ്റേറ്റ് ടു another state, or one state to one union territory, or one union territory to one another union territory. ഓക്കെ ഇവിടെ എന്ത് മാത്രമേ വരിക? ഇവിടെ ഏത് ടാക്സ് വരിക? IGST. IGST എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ആർക്ക് അവകാശപ്പെട്ട ടാക്സ് ആണ്? അത് എൻറ്റയർ ടാക്സ് ബിലോങ്സ് ടു സെൻട്രൽ ഗവൺമെന്റ്. ക്ലിയർ ക്ലിയർ ഓൾ ഓഫ് യു? ക്ലിയർ? ഇനി വാല്യൂ ഓഫ് സപ്ലൈ ഉണ്ട്. വാല്യൂ സപ്ലൈ നമ്മൾ സപ്ലൈന്റെ വാല്യൂ എങ്ങനെയാണ് കാണുക? ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വിറ്റു, ആ പ്രൊഡക്റ്റ് ഞാൻ സപ്ലൈ ചെയ്തു, അപ്പൊ അതിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് സാധാരണ എന്താണ് ട്രാൻസാക്ഷൻ വാല്യൂ ആണ്. ഇത്രയാണ് നമ്മൾ പ്രൈസ്, അതാണ് എന്ത് വാല്യൂ ആയിട്ട് കാണുക. നമ്മളിപ്പോൾ വിത്തൗട്ട് കൺസിഡറേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എന്ത് ചെയ്തു, എന്റെ പ്രൊഡക്റ്റ് കൺസിഡറേഷൻ അല്ലാണ്ട് കൊടുത്തു, സപ്ലൈ മെയ്ഡ് ടു റിലേറ്റഡ് പേഴ്സൺ, എന്റെ ബന്ധു ഞാൻ എന്ത് ചെയ്തു, ഒരു പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്തു, വിത്തൗട്ട് പ്രൈസ് ആണത്. അതിന്റെയൊക്കെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാണാന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ എന്തുണ്ട്? ഇനി അടുത്ത സപ്ലൈ വെയർ പ്രൈസ് നോട്ട് സോൾ കൺസിഡറേഷൻ. അപ്പോൾ ഇത്തരം വാല്യൂ കാണാൻ വേണ്ടി വാല്യുവേഷൻ റൂൾ ഉണ്ട്. ചാപ്റ്റർ ഇപ്പോൾ GST ആക്ടിൽ തന്നെ ചാപ്റ്റർ 4 എന്ത് വരുന്നത്? വാല്യുവേഷൻ റൂൾ വരുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഓരോ ഗുഡ്സും എന്ത് ചെയ്യേണ്ടത്? വാല്യൂ ചെയ്യേണ്ടത്. ഓക്കെ അപ്പൊ വാല്യുവേഷൻ റൂൾ പ്രകാരമാണ് എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ഗുഡ്സും വാല്യൂ ചെയ്യുക. സാധാരണ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ആണ്. പ്രൈസിനല്ലാതെ നമ്മൾ വിത്തൗട്ട് കൺസിഡറേഷനിലേക്ക് നമ്മൾ ഗുഡ്സ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ ചാർജ് ചെയ്യുക? അപ്പൊ അത് ആസ് പെർ ദ എന്താണ്? ആസ് പെർ വാല്യുവേഷൻ റൂൾ ആണ് കേട്ടോ, ചാപ്റ്റർ 4. ക്ലിയർ ക്ലിയർ ഓൾ ഓഫ് യു? ക്ലിയർ ക്ലിയർ അല്ലേ? ഇനി GST നമ്മൾ പ്രധാനമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഒരുപാട് റെക്കോർഡ്സ് തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം GST. നിർബന്ധമായിട്ടും പിന്നെ നിർബന്ധമായിട്ടും ഫോർ എക്സാമ്പിൾ നമ്മളുടെ പേഴ്സൺ മീൻസ് ആരാണോ രജിസ്റ്റേർഡ് പേഴ്സൺ, GST ഐഡന്റിഫിക്കേഷൻ നമ്പർ കിട്ടിയ ബിസിനസ് മാൻ നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില അക്കൗണ്ട്സ് റെക്കോർഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ അപ്പൊ അതിൽ വരുന്ന നമ്മളിപ്പോൾ പർച്ചേസ് എത്രയാണ്, നമ്മൾ എത്ര വിറ്റു, എത്ര വാങ്ങിച്ചു, എത്രയാണ് നമ്മുടെ സ്റ്റോക്ക്, പിന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് എത്ര കിട്ടി, ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സാധാരണ നമ്മൾ ഈ റെക്കോർഡ്സ് ഓരോ ഫിനാൻഷ്യൽ ഇയറിനും നമ്മൾ എന്ത് ചെയ്യണം? 6 വർഷം വരെയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഇനി ഹയർ ടേൺ ഓവറിലെ കമ്പനിയാണ്, നമ്മളിപ്പോൾ 100 കോടിന്റെ മേലൊക്കെ ടേൺ ഓവറുള്ള ബിസിനസ് ആണെങ്കിൽ അവിടെ എന്ത് വേണം? ഓഡിറ്റിംഗ് വേണം. CA കാര്യം എന്ത് ചെയ്യും? അത് ഓഡിറ്റ് ചെയ്യും. നിങ്ങൾ GST ഓഡിറ്റ് കേട്ടിട്ടുണ്ടോ? GST ആര് ഓഡിറ്റ് ചെയ്യുക? CA കാരാണ്. ഓക്കെ ഇനി എന്താ ടാക്സ് ഇൻവോയ്സ്? എന്താ നമ്മൾ സപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ, നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിറ്റ തെളിവ് കാണിക്കണം അല്ലേ? കാണിക്കണ്ടേ? നമ്മൾ സാധനം വിറ്റതിന്റെ തെളിവ് നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണ്ടേ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പൊ ആദ്യം ITC എന്താണെന്ന് അറിയണം, എന്നാൽ മാത്രമേ മനസ്സിലാവും. ITC എന്താ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പൊ ടാക്സ് ഇൻവോയ്സ് ഇസ് എവിഡൻസ് ഓഫ് ട്രാൻസാക്ഷൻ, എവിഡൻസ് ഓഫ് സപ്ലൈ എന്ന് പറയാം. under GST is a document issued by the registered supplier to a recipient showing the details of goods or services, the amount of tax is charged and other essential information. നിങ്ങൾ ഹോട്ടലിൽ നിങ്ങൾക്ക് ബില്ല് കിട്ടുന്നില്ലേ? ഹോട്ടലിൽ നിന്ന് എനിവേർ നിങ്ങൾ എവിടെ നിന്നാണ് സാധനം വാങ്ങി അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ സാധനം വാങ്ങി കഴിഞ്ഞാൽ എന്ത് കിട്ടും? അവിടെ ബില്ല് കിട്ടൂലേ? ആ ബില്ലിന്റെ ഒരു കോപ്പിയാണ് നിങ്ങൾ കയറുന്നത്. ഒരു കോപ്പി ആര് വെക്കുന്നുണ്ട് അവിടെ? ആ രജിസ്റ്റേർഡ് സപ്ലയർ എന്ത് ചെയ്യുന്നുണ്ട്? വെക്കുന്നുണ്ട്. അവർക്ക് എന്തിനാ ഈ ബില്ലിന്റെ കോപ്പി? എന്തിനാ അവർക്ക്? നിങ്ങൾ ടാക്സ് പ്രാക്ടീസിനടുത്ത് ബില്ല് ഫയൽ ചെയ്യുന്നുണ്ടാ ആളുകൾ? ടാക്സ് പ്രാക്ടീസിന് ജോബുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അത്? ടാക്സ് പ്രാക്ടീസിന് ആരെങ്കിലും ഉണ്ടോ? ആ ഫേമിലൊക്കെ MCOM കഴിഞ്ഞ ആൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. Anybody who have related to tax practice? Anybody? ടാക്സ് പ്രാക്ടീസിന് ജോബ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ കടകളും എന്ത് ചെയ്യാണ്?
ഓരോ ഇൻവോയ്സും ഇവർക്കാണ് കൊണ്ടുകൊടുക്കുക. ITR ജി എസ് ടി എന്ത് ചെയ്യുന്നത്, ഫയൽ ചെയ്യുന്നത്. അങ്ങനെ ഇവരുടെ GST ഫയൽ ചെയ്താണ് ഇവർക്ക് എന്ത് ഇടുന്നത്, തിരിച്ച് ടാക്സ് ഇവർക്ക് ക്രെഡിറ്റ് ആകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് എന്ത്, ഇൻവോയ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ പറയുന്നത് ക്ലിയർ ആയിരുന്നുണ്ട്. എന്തെങ്കിലും ഇതൊരു ടാക്സ് ഇൻവോയ്സിന്റെ ഒരു റെസിപ്റ്റ് ആണ്, കണ്ടില്ലേ? അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അതിന്റെ പ്രൂഫ് ഓഫ് ട്രാൻസാക്ഷൻ കാണിക്കണം. ആ പ്രൂഫ് ഓഫ് ട്രാൻസാക്ഷൻ പറയുന്ന പേരാണ് എന്ത്, ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ഓൾ ഓഫ് യു? ക്ലിയർ? എടാ ഞാനിപ്പോ പറഞ്ഞ് ക്ലിയർ ആയാ? ഓക്കെ. ഇനി ആരൊക്കെയാണ് നമ്മളിപ്പോ ഇൻവോയ്സ് അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് മാൻഡേറ്ററി ആണ്. ടാക്സ് ഇൻവോയ്സ് മസ്റ്റ് ബി ഇഷ്യൂഡ് ബൈ GST രജിസ്റ്റേർഡ് സപ്ലൈ ഫോർ ടാക്സബിൾ ഗുഡ്സ് ഓർ എന്താണ് സർവീസസ്. നമ്മളിപ്പോ GST രജിസ്ട്രേഷൻ എടുത്ത ഒരാളാണെങ്കിൽ അവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, സാധനം വിറ്റിട്ടുണ്ടെങ്കിൽ ബില്ല് കൊടുത്തിരിക്കണം. സാധനം വിറ്റ് കഴിഞ്ഞാൽ അവർ നിർബന്ധമായിട്ട് എന്ത് കൊടുക്കണം, ബില്ല് കൊടുത്തിരിക്കണം. ഓക്കെ. ഈ ടാക്സ് ഇൻവോയ്സിൽ എന്തൊക്കെ ഉണ്ടാകാം, സപ്ലയർ ആൻഡ് റെസിപ്പിയന്റ് ഡീറ്റെയിൽസ്, ഇൻവോയ്സ് നമ്പർ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, ഏത് ഗുഡ്സ് ആണ് വിറ്റത്, സർവീസ് ഏതാണ്. ഈ HSN കോഡ് ഉണ്ട്. HSN മീൻസ് നമ്മളിപ്പോ ഓരോ കാറ്റഗറി ഓഫ് ഗുഡ്സിന് ഓരോ കോഡ്. ഇപ്പൊ IT അല്ലെങ്കിൽ നമ്മളിപ്പോ ഗുഡ്സ് ആണെങ്കിൽ HSN കോഡ്, ഹാർമോണൈസ്ഡ് സിംഗ്രണൈസേഷൻ നമ്പർ കോഡ് എന്നാണ് എന്തിനെ പറയാം. ഓക്കെ. നമ്മൾ ഓരോ കാറ്റഗറി ഓഫ് ഗുഡ്സിന് ഓരോ കോഡ് ഉണ്ട്. സാക്ക് മീൻസ് സർവീസ് ആക്സസ് കോഡാണ്. ഓരോ സർവീസിന് ഒന്നിട്ട് ഓരോ കോഡ് ഉണ്ട്. IT സർവീസിന് ഒരു കോഡ്. ഓക്കെ. അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആണ് അതിന്റെ ഒരു കോഡ്. ഇപ്പൊ ഗുഡ്സ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ വെജിറ്റബിൾസ് ആണെങ്കിൽ അതിനുണ്ട് ആ ഒരു കാറ്റഗറി അല്ലേ. ഇനിയിപ്പോ ഇലക്ട്രോണിക്സ് ആണെന്നുണ്ട് ആ ഒരു കാറ്റഗറിയാണ്. അപ്പൊ അതിനൊക്കെ എന്നിട്ട് ഓരോ കോഡ് ഉണ്ട്. പിന്നെ GST റേറ്റ് ആൻഡ് ടാക്സ് എമൗണ്ട് നമുക്ക് പറയാം. ഓക്കെ. സാധാരണ നമ്മൾ ഇൻവോയ്സ് എത്ര ദിവസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്യണം, നമ്മൾ സാധനം വിറ്റ് കഴിഞ്ഞാൽ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ക്ലിയർ? വിത്തിൻ 30 ഡേയ്സ്. ഈ ടൈപ്സ് ഓഫ് ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ടാക്സ് ഇൻവോയ്സ്, ബിൽ ഓഫ് സപ്ലൈ. നമ്മൾ നിങ്ങൾ ബില്ല് ഇടുന്നില്ലേ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ, നിങ്ങൾക്ക് ബില്ല് കിട്ടൂലേ? ബില്ല് എന്താണ്, ബിൽ ഓഫ് സപ്ലൈ എന്തായിട്ട് പറയാം, നമുക്ക് ടൈപ്പ് ഓഫ് ഇൻവോയ്സ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ. പിന്നെ എന്തെങ്കിലും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവോയ്സിന് പറയുന്ന പേരാണ് റിവൈസ്ഡ് ഇൻവോയ്സ്. റിവൈസ്ഡ് ഇൻവോയ്സ് എന്നാണ് എന്തായാലും പറയാം. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് ടാക്സിബിൾ സപ്ലൈ കാണാൻ പറ്റും. എപ്പോഴാണ് ഇഷ്യൂ ചെയ്യേണ്ടത്, ഈ ഇൻവോയ്സ് എപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യേണ്ടത്. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആണെങ്കിൽ എപ്പോഴാണോ ഗുഡ്സ് മൂവ് ചെയ്യുന്നത്, ഞാനിപ്പോൾ ഒരു ഫോൺ വിറ്റു ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ബില്ല് കൊടുക്കും. നോൺ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആണെങ്കിൽ ഞാൻ എപ്പോഴാണോ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് ആ സമയത്ത്. ഇനിയിപ്പോൾ സെയിൽ ഓർ റിട്ടേൺ ഓഫ് സപ്ലൈസ് ആണെങ്കിലോ ബിഫോർ ദ ടൈം ഓഫ് സപ്ലൈ ഓർ വിത്തിൻ 6 months ആണ്. ഇനി സർവീസ് ആണെങ്കിൽ 30 days ഒരു സർവീസ് ഞാൻ ചെയ്തു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കൺസൾട്ടൻസി സർവീസ് ചെയ്തു, ഒരു ടാക്സ് കൺസൾട്ടൻസി സർവീസ് ഒരാൾക്ക് ഒരു ക്ലയന്റ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലയന്റ് എനിക്കൊരു എമൗണ്ട് തരും. ആ എമൗണ്ട് ഞാൻ ബില്ല് കൊടുക്കണ്ടേ, ആ ബില്ല് ഞാൻ മാക്സിമം 30 days കൊടുക്കണം. ഞാൻ ഇൻഷുറൻസോ ബാങ്കിങ് സർവീസോ ചെയ്താണെങ്കിൽ ആ ബില്ല് ആ ഇൻവോയ്സ് ഞാൻ എത്ര ദിവസം കൊടുത്താൽ മതി, 45 days കൊടുത്താൽ മതി. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. സാധാരണ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക 3 കോപ്പിയാണ്. ഒരു കോപ്പി ആർക്കാണ്, ഒരു കോപ്പി റെസിപ്പിയന്റ്. ഓക്കെ. ഒരു കോപ്പി ആരാണോ അതിന്റെ റെസിപ്പിയന്റ് അദ്ദേഹത്തിന്, ഗുഡ്സ് സ്വീകരിച്ച ആൾക്ക്. വേറൊരു കോപ്പി ആർക്കാണ്, ട്രാൻസ്പോർട്ടർ, ഗുഡ്സ് എത്തിക്കുന്നില്ലേ. ഞാനിപ്പോ എന്റെ ഗുഡ്സ് നേരിട്ട് ചിലപ്പോൾ എനിക്ക് വിൽക്കാൻ പറ്റണമെന്നില്ല. എന്റെ ഗുഡ്സ് എങ്ങനെയാ, ത്രൂ ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് എന്ത് വെക്കുക. സോ 1 copy is held by ട്രാൻസ്പോർട്ടർ. വേറെ കോപ്പി, അടുത്ത കോപ്പിയോ ആരാണോ സപ്ലൈ, ഞാനാണ് ഇപ്പൊ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്യും, എന്റെ ഒരു കോപ്പി ഞാൻ ഹോൾഡ് ചെയ്യും. അങ്ങനെ ഒറിജിനല്, ഡ്യൂപ്ലിക്കേറ്റ്, ട്രിപ്ലിക്കേറ്റ്, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗുഡ്സിന്റെ കോപ്പി എന്ത് ചെയ്യുന്നത്, ഇൻവോയ്സിന്റെ കോപ്പി നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിൽ എങ്ങനെയാണ്, 2 കോപ്പി മതി. ഒന്നെന്താണ്, അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവില്ല, ഒരു കോപ്പി റെസിപ്പിയന്റിന്, ഒരു കോപ്പി ആർക്കുണ്ടാകുക, സപ്ലൈക്കാണ് ഉണ്ടാകുക. ഓക്കെ. ഈ എക്സംപ്റ്റഡ് ഗുഡ്സ് ഇല്ലേ, GST എക്സംപ്റ്റ് ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ടാവില്ലേ, അവർക്ക് ബിൽ ഓഫ് സപ്ലൈ മതി. അവർക്ക് എന്ത് വേണ്ട, ടാക്സ് ഇൻവോയ്സ് അല്ല, ബിൽ ഓഫ് സപ്ലൈ എന്നാണ് പറയാം. ഓക്കെ. ചില ഗുഡ്സിന് നമ്മൾ ടാക്സ് ഇൻവോയ്സിന് പകരമായിട്ട് എന്ത് യൂസ് ചെയ്യും, ബിൽ ഓഫ് സപ്ലൈ യൂസ് ചെയ്യും. ഏതൊക്കെയാണ്? ഒന്ന് എക്സംപ്റ്റഡ് ഗുഡ്സ്. ഈ കോമ്പോസിഷൻ ലെവിയിൽ സ്കീം ചെയ്യുന്നത് എന്താ, കോമ്പോസിഷൻ ലെവി എന്താ, വാട്ട് വിൽ ബി കോമ്പോസിഷൻ ലെവി? അത് ഇത്രയാണ്: 1.5 കോടിന് താഴെ ടേൺ ഓവർ ഉള്ള കമ്പനികളാണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ, അവർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, ടാക്സിന്റെ ഒരു ചാർജ് കണ്ടില്ലേ നിങ്ങൾ, അല്ലെ? ഇന്ന ഗുഡ്സിന് ഇന്ന ചാർജ്, ഇന്ന ഇത്ര ടാക്സ്, അങ്ങനെ കണ്ടില്ലേ? അപ്പൊ അത്ര സെപ്പറേറ്റ് ടാക്സ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു സിംഗിൾ റേറ്റ് ഓഫ് ടാക്സ് ആണ് എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുക. ക്ലിയർ? അതാണ് കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് ഡെബിറ്റ് നോട്ട്, എന്താണ് ക്രെഡിറ്റ് നോട്ട് GST വരുന്നത്? നിങ്ങൾക്ക് അക്കൗണ്ടൻസി അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും എന്താണെന്ന് അറിയാൻ പറ്റും. എന്താ ഡെബിറ്റ് നോട്ട്? എന്താ
വാട്ട് ഇൻ ബൈ ഡെബിറ്റ് നോട്ട് എന്താ? A debit note is issued when supplier needs to increase the value of the invoice due to reasons such as additional goods or services supplied or എന്താണ് price increases എന്ന് പറയാൻ പറ്റും. For example, a business sell a goods worth 10,000. ഇവിടെ എന്ത് ചെയ്തൊരു ബിസിനസ് ഒരു 10,000 രൂപയുടെ ഗുഡ്സ് വിറ്റു to a customer. After delivery, customer find that error in the invoice and the value of the goods should be having 12,000. Supplier issue a debit note for additional 2,000 to correct the invoice. ഇവിടെ എന്താ ഉദ്ദേശം അറിയോ? ഡെബിറ്റ് നോട്ട് മീൻസ് നമ്മളിപ്പോ ഗുഡ്സ് വിറ്റ് കിട്ടിയ ഫണ്ട് എത്രയാണ്? 10,000 rupees ആണ്. പക്ഷെ ആക്ച്വൽ ഗുഡ്സിന്റെ വാല്യൂ എത്ര ഉണ്ട്? 12,000 രൂപ ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര രൂപ കിട്ടാണ്ട്? ഡെബിറ്റ് മീൻസ് ഡെബിറ്റ് എന്താ? നമുക്ക് കിട്ടാനുള്ള അസറ്റ് എന്ന് പറയാം അല്ലെ? നമുക്ക് എത്ര രൂപ കിട്ടാണ്ട്? 2,000 രൂപ നമുക്ക് അഡീഷണൽ കിട്ടാണ്ട്. നിങ്ങൾ പഠിച്ചില്ലേ ഡെബിറ്റ് വാട്ട് കംസ് ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് പഠിച്ചില്ലേ അക്കൗണ്ടൻസി? അപ്പൊ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലയർക്ക് കിട്ടാനുള്ള പൈസ അല്ലെ, എക്സസ് ടാക്സ് സപ്ലയറിന് കിട്ടാനുണ്ടെങ്കിൽ, ഷോർട്ടേജ് ഓഫ് ടാക്സ് ആണെങ്കിൽ, എക്സസ് അല്ല ഷോർട്ടേജ് ഓഫ് ടാക്സ് വന്നു കഴിഞ്ഞാൽ സപ്ലയർ ഇഷ്യൂ ചെയ്യുന്ന നോട്ടാണ് എന്ത്? ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. രണ്ട് സപ്ലയറിനെ ഇഷ്യൂ ചെയ്യാം. പക്ഷെങ്കിൽ ഡെബിറ്റ് നോട്ട് ആണെങ്കിൽ അല്ലെ, അഡീഷണൽ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ എന്ത് ചെയ്തു? സപ്ലയർ വിറ്റു എന്ന് വിചാരിക്കാം. ഇത് നമ്മൾ കൊടുത്ത ഗുഡ്സിന്റെ വാല്യൂ എന്ത് ചെയ്തു? GST കാണിക്കുന്ന സമയത്ത് കുറവാണ്. മനസ്സിലായില്ലേ? നമ്മൾ കാണിച്ച എത്രയാണ്? നമുക്ക് കിട്ടിയ എത്ര? ആകെ നമുക്ക് എത്ര കിട്ടിയത്? 10,000 കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ആക്ച്വൽ വാല്യൂ എത്ര ഉണ്ട്? 12,000 ഉണ്ട്. അപ്പൊ 2,000 നമുക്ക് കിട്ടാനുള്ള പൈസ അല്ലേ? അപ്പൊ നമുക്ക് കിട്ടാനുള്ള എന്ത് ചെയ്യും? നമ്മള് ഡെബിറ്റ് നോട്ടാണ് എന്ത് ഇഷ്യൂ ചെയ്യുക. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരിക? ക്രെഡിറ്റ് നോട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ GST ഹയർ ആയിട്ട് ചാർജ് ചെയ്തു, പക്ഷെ നമ്മൾ വിറ്റ ഗുഡ്സിന്റെ അത്രയും വാല്യൂ ഇല്ല. എത്രയേ ഉള്ളൂ? ലെസ് ദ വാല്യൂ ഓഫ് ദ ടാക്സ് വി ഹാവ് ചാർജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ സമയത്ത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന നോട്ട് എന്താണ്? ക്രെഡിറ്റ് നോട്ടാണ്. മനസ്സിലായില്ലേ? ആ സമയത്ത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന നോട്ടിന് പറയുന്ന പേരാണെന്ത്? ക്രെഡിറ്റ് നോട്ട്. ഓക്കെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗുഡ്സ് റിട്ടേൺ വന്നു. നമ്മളിപ്പോ വിറ്റ ഗുഡ്സ് നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പൈസ കൊടുക്കണ്ടേ? അപ്പൊ ബിസിനസ് നിന്ന് പൈസ പോവാണെങ്കിൽ അതിന്റെ പറയുന്ന പേരാണ് എന്ത്? ക്രെഡിറ്റ് ചെയ്യാന്നുള്ളത് അല്ലെ? അപ്പൊ എന്താണ്? ക്രെഡിറ്റ് നോട്ടാണ് എന്ത് നമ്മൾ ഇഷ്യൂ ചെയ്യുക. ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഓവർ ചാർജ് മീൻസ് നമ്മളിപ്പോ GST നമ്മൾ ചാർജ് ചെയ്ത് 80% ആണ്, പക്ഷെങ്കിൽ ആക്ച്വൽ GST 15% ഉള്ളൂ. അപ്പൊ 3% എന്താണ്? ഓവർ ചാർജിങ് ആണ്. ഇവിടെ എക്സാമ്പിൾ വായിച്ചു നോക്കിയേ. കസ്റ്റമർ ബൈസ് ഗുഡ്സ് വർത്ത് എത്രയാണ്? 20,000 ഫ്രം എ സപ്ലയർ. ക്ലിയർ. ലേറ്റർ ദ കസ്റ്റമർ റിട്ടേൺ ദ ഗുഡ്സ് വർത്ത് എത്രയാണ്? 5,000. അപ്പൊ 5,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? സപ്ലയർ എന്ത് ചെയ്യണം? കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന നോട്ടാണ് എന്ത്? ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ. ഇനി എന്താണ് ഇ വേ ബില്ല്? ഇ വേ ബില്ല് എന്താ അറിയോ? സാധാരണ GST വരുന്നതിന് മുന്നേ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു വെഹിക്കിള് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം? ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ചെക്ക് പോസ്റ്റിലേക്ക് എന്ത് ചെയ്യണം? ഒരു പൈസ കൊടുക്കണം. അതിന് പകരമായിട്ട് ആ പൈസ നമ്മൾ ഇലക്ട്രോണിക്കലി അടക്കാം. അതിന് പറയുന്ന പേരാണ് ഇ വേ ബിൽ. ഇ വേ ബിൽ ഈസ് ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ആണ് റിക്വയർഡ് ബൈ ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് വർത്ത് ഓവർ 50,000. 50,000 രൂപയ്ക്ക് മേലുള്ള ഗുഡ്സ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഇ വേ ബില്ല് നിർബന്ധമായിട്ട് കൊടുക്കണം. ഓക്കെ. നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യും? അത് ജനറേറ്റ് ചെയ്യും GST പോർട്ടലിൽ. ആർക്കൊക്കെ ജനറേറ്റ് ചെയ്ത്? സെല്ലർക്ക് എന്ത് ചെയ്യാം? ജനറേറ്റ് ചെയ്യാം. എന്ത് ചെയ്യാം? ബയർക്ക് എന്ത് ചെയ്യാം? കൺസൈനർ എന്നാണ് എന്ത് ചെയ്യാം പറയാം. വേണമെങ്കിൽ സെല്ലർക്ക് എന്ത് ചെയ്യാം? എമൗണ്ട് ജനറേറ്റ് ചെയ്തിട്ട് ആർക്ക് ജനറേറ്റ് ചെയ്ത്? ബയർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാം. ഇ വേ ബില്ല് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് ചെക്ക് പോസ്റ്റിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഫണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ എന്ത് ചെയ്താൽ മതി? സ്കാൻ ചെയ്താൽ മതി. സ്കാനർ കാണിച്ചാൽ മതി. ഓക്കെ. മനസ്സിലായിട്ടുണ്ടോ? ഗുഡ്സ് 50,000 രൂപേന്റെ മേലുള്ള ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് എന്ത് കൊടുക്കണം? ഇ വേ ബില്ല് കൊടുക്കണം. ക്ലിയർ? ഓക്കെ. ക്ലിയർ. അപ്പൊ ഇ വേ ബില്ല് എന്തൊക്കെ ഉണ്ടാവും? ഗുഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും, ടാക്സബിൾ വാല്യൂ ഓഫ് ഗുഡ്സ് ഉണ്ടാവും. HSN കോഡ് എന്താ? ഗുഡ്സ് ആണ്. ഇപ്പൊ ഗുഡ്സിന്റെ കാറ്റഗറീസിന്റെ കോഡാണ് എന്ത്? HSN കോഡ്. വെജിറ്റബിൾസ് ഒരു കോഡ്, ഇലക്ട്രോണിക്സിന് എന്ത് പറയാ ഒരു കോഡ്സ്, കോസ്മെറ്റിക്സിന് എന്തൊരു കോഡ്, അങ്ങനെ ഓരോ കാറ്റഗറി ഓഫ് ഗുഡ്സിന് ഓരോ കോഡ് ഉണ്ടാവും കേട്ടോ. പിന്നെ ആരാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? പിന്നെ എന്താ ട്രാൻസ്പോർട്ട് മോഡ്? എന്താണ്? ബൈ റോഡാണോ റെയിലാണോ എന്താണോ അത്? ഓക്കെ. ഇ വേ ബില്ലിന്റെ വാലിഡിറ്റി സാധാരണ ഒരു ദിവസം മുതൽ 50 days വരെയാണ്. ഓക്കെ. സാധാരണ നമ്മളിപ്പോ 100 കിലോമീറ്റർ വരെ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന്റെ വാലിഡിറ്റി എത്രയാണ്? 1 day ആണ്. ഇ വേ ബില്ലിന്റെ വാലിഡിറ്റി എത്രയാണ്? 1 day ആണ് കേട്ടോ. ഇപ്പൊ അഡീഷണൽ ഓരോ 100 കിലോമീറ്ററിന് എന്ത് ചെയ്യും? ഓരോ ഡേ കൂടും. മാക്സിമം എത്രയാണ്? മാക്സിമം എത്രയാണ്? 15 days. ഗുഡ്. ഇതാണ് അതിന്റെ ഒരു വാലിഡിറ്റി ഓഫ് 1 ഇ വേ ബിൽ എന്ന് പറയുന്നത്. അപ് ടു 100 കിലോമീറ്റർ 1 day. ഫോർ എവരി 100 കിലോമീറ്റർ 1 additional day. ഇനിയിപ്പോ നോർമൽ കാർ, ഇനി ഓവർ ഡയമെൻഷൻ കാർ ആണെങ്കിൽ 20 കിലോമീറ്റർ വരെ എത്രയാണ്? 1 day ആണ്. ഫോർ എവരി അഡീഷണൽ 20 കിലോമീറ്റർ എത്രയാണ്? 1 additional day. ഓക്കെ.
HSN കോഡ് എന്താണെന്ന് അറിയാം. HSN കോഡ് ഗുഡ്സിന് മാത്രം, ഗുഡ്സിന്റെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു സ്പെസിഫിക് കോഡാണ് HSN കോഡ്. ഒരു 6 ഡിജിറ്റ് കോഡാണ് കേട്ടോ. 6 ഡിജിറ്റ് കോഡാണ് HSN കോഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1.5 crore വരെ ടേൺ ഓവറുള്ള ബിസിനസ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് HSN കോഡ് വേണ്ട. ഇതേണ്ട, ഇതാണ് HSN കോഡ്. ഒരു 8 ഡിജിറ്റ് കോഡാണ്. അപ്പോ സാധാരണ 8 ഡിജിറ്റ് ഉണ്ടാകാറുണ്ട്. ഇവിടെ 6 ഇവിടെ 8 ആണല്ലേ. അല്ല, HSN കോഡ് 8 ഡിജിറ്റ് ആണ്. സാക് കോഡാണ് ഇത് 6 ഡിജിറ്റ് എന്ന് പറയുന്നത്. സാക് 6 ഡിജിറ്റ്, HSN കോഡ് 8 ആണ് സാധാരണ വരിക. ഓക്കെ, I think HSN code is 8. ഈ 39 എന്താ കാണിക്കുന്നത്? ചാപ്റ്റർ അണ്ടർ HSN കോഡാണ്. പിന്നെ വരുന്ന നെക്സ്റ്റ് 2 ഡിജിറ്റ് ഹെഡിങ് ആണ്. പിന്നെ എന്താണ്, സബ് ഹെഡിങ് വരും. പിന്നെ ഏതാണോ പ്രൊഡക്റ്റ് അത്. സാക് എന്താണ്? സർവീസ് അക്കൗണ്ടിങ് കോഡ് കേട്ടോ. സർവീസ് അക്കൗണ്ടിങ് കോഡ് എന്നാണ് എന്തെങ്കിലും പറയാം. സാക് അതെന്തിനാണ്? സർവീസിന് മാത്രമുള്ളതാണ്. ഏത് നാച്ചർ ഓഫ് സർവീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഇവിടെ എത്രയാണ്? ഇവിടെ നമ്മൾ ഇൻഫോർമേഷൻ ടെക്നോളജി IT സർവീസ് ആണ്. അപ്പോൾ ഫസ്റ്റ് 2 ഡിജിറ്റ് 99 എന്ന് പറഞ്ഞ എന്താണ്? കോമൺ ആണ്. ഓക്കെ, പിന്നെ ഇവിടെ കണ്ടില്ലേ ഈ കോഡ് കണ്ടു നിങ്ങൾ? 998314 എന്ന് പറഞ്ഞ പിന്നെ കണ്ടില്ലേ? ഇത് കണ്ടോ നിങ്ങൾ കോഡ്? 998314. ഇതാണ് പറയുന്നത്. അപ്പൊ 99 ഫസ്റ്റ് 2 ഡിജിറ്റ് 99, പിന്നെ എന്താണ് മിഡിൽ ഡിജിറ്റ് നാച്ചർ ഓഫ് സർവീസ്. ഇപ്പൊ എന്താണ്? അപ്പൊ 83 ആണെങ്കിൽ IT സർവീസ്. ഇനി ഏതാണ് അതിന്റെ സ്പെസിഫിക് നാച്ചർ? എന്താണ്? ഡിസൈൻ ആണോ, ഡെവലപ്മെന്റ് ആണോ? ഇത് കറക്റ്റ് ആയിട്ട് കാണിച്ചത്. ഓക്കെ, ഇനി കോമ്പോസിഷൻ സ്കീം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താ കോമ്പോസിഷൻ സ്കീം? ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ടാക്സ്. അവിടെ എന്തില്ല, ഓരോ പ്രൊഡക്റ്റിനും ഓരോ ടാക്സ് ഇല്ല. ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ടാക്സ് ആണ് എന്ത് ചെയ്യുക, നമ്മൾ കോമ്പോസിഷൻ സ്കീമിന് എന്ത് കൊടുക്കുക. ടേൺ ഓവർ 1.5 crore വരെയുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, കോമ്പോസിഷൻ സ്കീം കൂടുതലായിട്ടും വരുന്നത്. ഓക്കെ, ഫിക്സ്ഡ് റേറ്റ് ഓഫ് ടാക്സ് ആണ് വരിക. സാധാരണ റെസ്റ്റോറന്റ് സർവീസ് ഇല്ല, അതിനെന്താണ് ഫിക്സ്ഡ് റേറ്റ് ആണ് 5%. ഇനി കോമ്പോസിഷൻ ലെവലിൽ വരുന്നതാണെങ്കിൽ 1% കേട്ടോ. 1% ആണ് ടാക്സ്. ഇനി മാനുഫാക്ചേഴ്സ് അതർ ദാൻ മാനുഫാക്ചേഴ്സ് സച്ച് ഗുഡ്സ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് ഇപ്പോൾ ഐസ്ക്രീം, പാൻ മസാല, ടൊബാക്കോ പ്രൊഡക്റ്റ് ഇതൊന്നും അല്ലാതെ വരുന്ന ബാക്കിയുള്ള നോർമൽ മാനുഫാക്ചേഴ്സ് ആണ്. അവരുടെ ടേൺ ഓവർ 1.5 crore വരെ ആണെങ്കിൽ, അല്ല അതിന് താഴെയാണെങ്കിൽ അവരുടെ റേറ്റ് എത്ര വരിക? 2% ആണ്. ഇത് ഫിക്സ്ഡ് ആയിരിക്കും. സാധാരണ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്കിപ്പോൾ എന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 10 കോടി വന്നു വരിക. അപ്പൊ ഞാൻ എന്തൊക്കെ പ്രൊഡക്റ്റ് വെക്കുന്നുണ്ടോ ഓരോ പ്രൊഡക്റ്റിന് ഓരോ GST ആണ് എന്ത് ഞാൻ ചാർജ് ചെയ്യേണ്ടത്. അതേസമയം എന്റെ ടേൺ ഓവർ 1 കോടി വന്നു വരിക. അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ എനിക്ക് എന്ത് ചെയ്യാണെങ്കിൽ കോമ്പൻസേഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിഫറെന്റ് പ്രൊഡക്റ്റ് ഡിഫറെന്റ് ടാക്സ് കൊടുക്കേണ്ട, എല്ലാത്തിനും കൂടി എന്ത് ചെയ്താൽ മതി, 1% കൊടുത്താൽ മതി. കാരണം ടേൺ ഓവർ കുറവല്ലേ. ടേൺ ഓവർ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, വരുമാനം കുറവാണ് എനിക്ക്. അപ്പൊ അതെന്താണ്, GST ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ഒരു കൺസിഡറേഷൻ കൊടുക്കുന്ന ആളുണ്ട്. എന്താ ഡൗട്ട്? ഡൗട്ട് ക്ലിയർ ആ? ക്ലിയർ ഓൾ ഓഫ് യു? യെസ്. വെഹിക്കിൾ നമ്പർ എന്താ? വെഹിക്കിൾ നമ്പർ എന്ന് എഴുതുന്ന സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ. ഓക്കെ, വെഹിക്കിൾ നമ്പർ. ഇനി എലിജിബിലിറ്റി ആർക്കാണ്? ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യമാണ് അല്ലെ. ആനുവൽ ടേൺ ഓവർ 1.5 കോടി വരെയുള്ള സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണ് എത്രയാണ്? 75 lakh. അത് ഏതൊക്കെയാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്മോൾ ട്രേഡേഴ്സ്, ചെറിയ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, മാനുഫാക്ചേഴ്സ്, റെസ്റ്റോറന്റ് സർവീസസ്. ഓക്കെ, ഇവരുടെ കേസ് നമ്മളിപ്പോ റെസ്റ്റോറന്റ് മീൻസ് ഓൺലി ഫുഡ് മാത്രമാണെങ്കിലാണ്. ഇനിയിപ്പോ അവര് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പോലുള്ള വലിയ 5 സ്റ്റാർ റെസ്റ്റോറന്റ് ആണ്, അവിടെ എന്താണ് GST ആണ് വരിക. അതാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ അത്രയും ബില്ല് വരാനുള്ള കാരണം എന്താണ്? മനസ്സിലാകുന്നുണ്ടോ എടാ? യെസ് സർ, മനസ്സിലാവുന്നുണ്ട്. സാധാരണ റേറ്റിംഗ് ഇങ്ങനെ വരിക, മാനുഫാക്ചേഴ്സും ട്രേഡേഴ്സ് ആണെങ്കിൽ 1% ആണ്. സാധാരണ നമ്മൾ GST ഇങ്ങനെ ചാർജ് ചെയ്യാം, നമ്മൾ കൊടുത്ത ഗുഡ്സിന്റെ വാല്യൂന്റെ മേലല്ലേ. ഇതെങ്ങനെയാണെന്ന് അറിയോ? ഇത് നമ്മൾ GST ചാർജ് ചെയ്യുന്ന ടേൺ ഓവറിന്റെ മേലാണ്, അല്ലാണ്ട് എന്തല്ല സപ്ലൈ വാല്യൂന്റെ മേലല്ല. ടേൺ ഓവർ എത്ര അവർ, ഫോർ എക്സാമ്പിൾ എന്റെ ടേൺ ഓവർ 60 ലക്ഷം ആണെങ്കിൽ 60 ലക്ഷത്തിന് എത്ര വരിക? 1%. ഇപ്പൊ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 1% ഓഫ് ടേൺ ഓവർ ആണ് വരിക. ഇനിയിപ്പോ റെസ്റ്റോറന്റ് ആണെങ്കിൽ എന്താ വരിക? നോൺ ആൽക്കഹോളിക് റെസ്റ്റോറന്റ്, നമ്മളിപ്പോ മദ്യം ബാറൊന്നും ഇല്ലാത്ത റെസ്റ്റോറന്റ് ആണെങ്കിൽ എന്താണ് വരിക? 5% ഓഫ് ടേൺ ഓവർ
ഇനി 6% ഓഫ് മിക്സഡ് സപ്ലൈസ് ആണെങ്കിൽ എത്രയാണ് ടോട്ടൽ വാല്യൂ എത്രയാണ് അതിന്റെ 6% ആണ് എന്ത് നമ്മൾ വരിക മിക്സഡ് സപ്ലൈ. ഒന്നിൽ കൂടുതൽ നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് കൊടുക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഗുഡ്സോ സർവീസോ കൊടുക്കുന്ന ആളുകളാണെങ്കിൽ എത്രയാണ് മിക്സഡ് സപ്ലൈന്റെ ടോട്ടൽ വാല്യൂന്റെ എത്ര വരും 6% ആണ് എന്ത് ചെയ്യുക നമ്മൾ റേറ്റ് വരിക. ഓക്കെ, വിത്തിൻ സ്റ്റേറ്റ് ആണെങ്കിൽ അത് CGST SGST ആയിട്ട് എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്യും. ഇനി ഈ IGST ആണെങ്കിൽ എന്താണ് അത് എൻറ്റയർലി ആർക്ക് പോകുന്നത് സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകും. ഇനി രജിസ്ട്രേഷന്റെ കേസ് ഒന്ന് മാൻഡേറ്ററി ഉണ്ട്, നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആളുകൾ ആരൊക്കെയാ അത് നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആളുകൾ ആരൊക്കെയാ? ഓക്കെ, ടേൺ ഓവർ അല്ലെ, ടേൺ ഓവറിന്റെ ലിമിറ്റ് കൂടി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 1.5 crore മേലെ ടേൺ ഓവർ പോയി കഴിഞ്ഞാൽ ഒരാൾ നിർബന്ധമായിട്ട് എന്ത് എടുക്കണം GST രജിസ്ട്രേഷൻ എടുക്കണം. വളണ്ടറി വേണമെങ്കിൽ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അപ്പോൾ ടേൺ ഓവർ താഴെയുള്ള ഒരാൾ എന്ത് ചെയ്താൽ മതി, വേണമെങ്കിൽ GST രജിസ്ട്രേഷൻ എടുത്താൽ മതി, അവിടെ എന്തില്ല നിർബന്ധമില്ല. ഇനി GST ഡിപ്പാർട്ട്മെന്റ് പറയുകയാണെന്ത് ഈ കമ്പനി അല്ലെങ്കിൽ ഈ ബിസിനസ് നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടേൺ ഓവറും ത്രെഷോൾഡ് ലിമിറ്റ് ഒന്നും നോക്കൂല. GST ഡിപ്പാർട്ട്മെന്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അവർ നിർബന്ധമായിട്ട് കിട്ടണം, അവര് GSTന്റെ കീഴിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അപ്പൊ അതാണ് എന്ത് രജിസ്ട്രേഷൻ ബൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത വോളണ്ടറി, അടുത്ത എന്താണ് മാൻഡേറ്ററി. ഐഡിയ കിട്ടിയില്ലേ? എന്താണ് ഐഡിയ കിട്ടിയല്ലോ? ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി, ഇത് ഈ ഡിഫറൻസ് നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, ഇനി GSTന്റെ കീഴിൽ നമ്മൾ നിർബന്ധമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില ലെഡ്ജേഴ്സ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അതിനൊരു ഫോം ഉണ്ട്, ഏത് ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ചില ഫോമുകളുണ്ട്. അപ്പോൾ GST ലെഡ്ജേഴ്സ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ആണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എത്ര പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്, എത്ര GST നമ്മൾ എന്ത് ചെയ്തു പേ ചെയ്തു അല്ലെ, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം ലെഡ്ജർ ആയിട്ട് കീപ്പ് ചെയ്യണം. അത് ഏത് ഫോർമാറ്റിലാണ്? GST PMT. PMT മീൻസ് പേയ്മെന്റിന്റെ ഷോർട്ട് ഫോം ആണ്. 05 ഒരു ഫോർമാറ്റ് ഉണ്ട്, ഇതൊക്കെ സെക്ഷൻ 14 വരുന്നതാണ് കേട്ടോ. അപ്പോൾ GST ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര GST ആണ് എന്ത് ചെയ്തത് പേയ്മെന്റ് ചെയ്തത്, എത്ര ഇൻട്രസ്റ്റ് അടച്ചു, എത്ര ഫീസ് അടച്ചു, എത്ര പെനാൽറ്റി അടച്ചു, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ലെഡ്ജറിൽ എന്ത് ചെയ്യണം നമ്മളത് കീപ്പ് ചെയ്യണം. ക്ലിയർ ആയില്ലേ? ഇനി വരുന്ന അടുത്തൊന്നാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ആണ്. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്താണ്? ഫോം നമ്പർ GST PMT 02 ആണ്. നമുക്ക് എത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാനുണ്ട്, മനസ്സിലായിട്ടുണ്ടോ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്ന് ആദ്യം അറിയാം, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നമുക്കിപ്പോൾ എത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് കിട്ടാനുണ്ട്, അപ്പൊ അത് കാണിക്കുന്ന ലെഡ്ജർ ആണെന്ത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫോം ഉണ്ട്, ആ ഫോർമാറ്റ് ഏതാണ്? GST PMT 02 ആണ്. ക്ലിയർ ആയാ? ഇനി ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ, നമ്മളിപ്പോൾ എത്ര എമൗണ്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് പെൻഡിങ് ഉണ്ട് കൊടുക്കാനുള്ളത്. ആദ്യം കാണിച്ചത് എന്താ? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്താ കൊടുത്തത്, മറ്റേതോ ലയബിലിറ്റി എന്താണ് കൊടുക്കാനുള്ളത്. അത് ഏതാ ഫോർമാറ്റ്? ഫോം GST PMT 01. ഈ 3 ഫോർമാറ്റിന്റെയും ഫോം ഇതെന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ചിരിക്കണം. ക്ലിയർ? ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി പറഞ്ഞാണ് അല്ലേ. ഇറ്റ്സ് എ മെക്കാനിസം ദാറ്റ് അലോസ് ബിസിനസ് ടു ക്ലെയിം ക്രെഡിറ്റ് ഫോർ ദ ടാക്സസ് പെയ്ഡ് ഓൺ എന്താണ് ഇൻപുട്ട്. അതാണ് നമ്മളിപ്പോൾ ഇൻപുട്ടിന് വേണ്ടി നമ്മൾ കൊടുത്ത ടാക്സ്. ഒരു ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു മാനുഫാക്ചറർ അദ്ദേഹത്തിന്റെ ഇൻപുട്സ് റോ മെറ്റീരിയലിന് വേണ്ടി അദ്ദേഹം കൊടുത്ത ടാക്സ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് വിറ്റ് കിട്ടുന്ന പ്രൈസിലെ ടാക്സിലൂടെ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റും, ആ ക്രെഡിറ്റ് അദ്ദേഹത്തിന് എടുക്കാം. ക്ലിയർ? ഇനി TDS ഉണ്ട്, TCS ഉണ്ട്. രണ്ടും നിങ്ങൾക്ക് മനസ്സിലാണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എക്സാമ്പിൾ വായിക്കണം. TDS എന്താ? TDS മീൻസ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്നാണ്. ഈ എക്സാമ്പിൾ ഒന്ന് വായിച്ചു നോക്കി. ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു 1 lakh rupees ഒരു സപ്ലയർക്ക് കൊടുക്കുകയാണ്. കാരണം ഗവൺമെന്റിലേക്ക് അങ്ങനെ ചെയ്യാലോ, ഗവൺമെന്റ് വേണമെങ്കിൽ ഒരു സപ്ലയറുടെ കസ്റ്റമർ ആയിക്കൂടെ. അവിടെ GST എത്രയാണ് വരുന്നത്? 80% ആണ്. അപ്പൊ 1 lakhന്റെ 80% എത്ര GST എത്രയാ? 18,000. അപ്പൊ ഗവൺമെന്റും സപ്ലയറും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ്, അവിടെ എന്ത് വരും? TDS വരും. TDS മീൻസ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്നാണ് വരിക. ഓക്കെ, അപ്പൊ 80,000 ആണ് GST. ഈ 80,000ന്റെ മേലെ നമ്മൾ എത്ര ടാക്സ് ചെയ്യാൻ പറ്റും, സോറി എത്ര എന്ത് ചെയ്യാം ടാക്സ് ഡിഡക്ട് ചെയ്യാൻ പറ്റും? 2% എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് ഡിഡക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എത്ര വരിക? 2% 360 ആണ് എന്ത് വരിക, GST എത്ര വരിക? 360 അല്ലെ. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് പേസ് 1,18,000. അങ്ങനെ 1,80,000 എങ്ങനെ കിട്ടിയേ? സപ്ലയർ എന്ത് ചെയ്യണം? സപ്ലയറുടെ വാല്യൂ ആണ് അതല്ലേ, 1 lakh പ്ലസ് 80% എത്രയാണ് GST. അപ്പൊ സപ്ലയർക്ക് എത്ര കൊടുക്കുക? 1,18,000 കൊടുക്കും. ഈ 360 എന്ത് ചെയ്യാം, TDS ആയിട്ട് കട്ട് ചെയ്യും. അത് ഗവൺമെന്റിലേക്ക് എന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് ചെയ്യണം. TDS എന്ന് പറയുന്നത് നിങ്ങൾ സാലറി കിട്ടുന്ന സമയത്ത് TDS കട്ട് ചെയ്യുന്നില്ലേ? ഗവൺമെന്റ് ടാക്സ് പിടിക്കും. ഗവൺമെന്റ് എന്ത് ചെയ്യും? ഒരു ടാക്സ് പിടിക്കും അവിടെ. അപ്പൊ അത് വേണം എന്ത് ചെയ്യാൻ പറ്റും? സപ്ലയർക്ക് 360 ഗവൺമെന്റിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പൊ ആരാണ് ടി ഡി എസിൽ എന്താ വരുന്നത്? ആര് മീൻസ് ആര് തമ്മിലാണ് ടി ഡി എസ്? ഗവൺമെന്റും സപ്ലയറും തമ്മിലാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത ജി എസ് ടിന്റെ മേലാണ് എന്ത് ചെയ്യുക, ടി ഡി എസ് ഗവൺമെന്റ് കട്ട് ചെയ്യുന്നത്. അത് ലൈറ്റർ എന്ത് ചെയ്യാൻ പറ്റും, സപ്ലയർക്ക് എന്ത് ചെയ്യാം, അത് ക്ലെയിം ചെയ്യാം. ടി ഡി എസ് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇനി എന്താ ടി സി എസ്? എന്താ ടി സി എസ് ഇസ് കളക്ടഡ് ബൈ ദ ഇ കൊമേഴ്സ്. നിങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് കണ്ടല്ലേ, ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആണ് ഓൺ സെയിൽസ് ആൻഡ് മെയ്ഡ് ത്രൂ ദിയർ പ്ലാറ്റ്ഫോം. ഇപ്പൊ ആമസോണിലൂടെ ഒരു ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം സെൽ ഗുഡ്സ് ഓർത്ത് എത്രയാണ്, 50,000. അപ്പൊ 50,000 രൂപന്റെ ഗുഡ്സ് വിറ്റു എന്ന് വിചാരിക്കുക ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പൊ എത്ര ഇവിടെ വരുന്നത്, ജി എസ് ടി എത്ര വരുന്നത്, 18%. അപ്പൊ എത്ര വന്നു ജി എസ് ടി, 9,000 ആണ് ജി എസ് ടി വന്നത്. ടി സി എസ് എത്ര വരിക, ടാക്സ് കളക്ഷൻ സോഴ്സ് എത്ര വരിക, 1% ഓഫ് ദ സെയിൽ വാല്യൂ ആണ്. അല്ലാണ്ട് എന്തല്ല, നേരത്തെ പഠിച്ച പോലെ ടി ഡി എസ് പോലെ ടാക്സിന് മേലല്ല. സെയിൽ വാല്യൂ എത്ര ഇവിടെ വരുന്നത്, 50,000 അല്ലേ. അപ്പൊ അതിന്റെ 1% എത്ര വരിക, 500 അല്ലെ. അപ്പോ ടി സി എസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എന്താണ്, ടാക്സ് കളക്ടഡ് സോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് സാധാരണയായിട്ട് എത്രയാണോ നമ്മളുടെ വാല്യൂ, ഇ കോമേഴ്സ് ഓപ്പറേറ്റർ ആണ് എന്ത് ചെയ്യുക, അത് കളക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ 1% ഇവിടെ എത്രയാണ്, 1% 500 rupees ആണ്. അപ്പൊ കസ്റ്റമർ എത്ര പേ ചെയ്യണം, 59,000. കാരണം 50,000 ഗുഡ്സും പ്ലസ് 80% ജി എസ് ടി. ഈ 500 എന്ത് ചെയ്യും, ഇസ് ഡയറക്റ്റഡ് ബൈ ദ പ്ലാറ്റ്ഫോം ആൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ഗവൺമെന്റ്. അപ്പൊ ടി സി എസ് കളക്ട് ചെയ്ത് അത് ഗവൺമെന്റ് എന്ത് ചെയ്യും, ഗവൺമെന്റിലേക്ക് എന്ത് ചെയ്യും, ആര് കൊടുക്കുന്നത്, ഈ ഒരു ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ത് ചെയ്യും, കൊടുക്കുന്നതാണ്. സെല്ലർക്ക് എന്ത് ചെയ്യാം, സെല്ലർ ആരാ, സെല്ലർ വേറെ അവന് ആളുകളായിക്കൂലേ. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ഫോർ ആമസോണിന്റെ കേസിൽ സെല്ലേഴ്സ് ആരൊക്കെ, ഡിഫറെന്റ് സെല്ലേഴ്സ് അല്ലേ. സെല്ലേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ 500 rupees ക്ലെയിം ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് ഇൻ ദിയർ എന്ന് പറയാം, റിട്ടേൺ എന്ന് പറയാം. ഇതാണ് ടി ഡി എസും ടി സി എസും. ടി ഡി എസ് എന്താ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സെർട്ടൻ പേഴ്സൺ ആണ് അല്ലെ. റേറ്റ് സാധാരണ 2% ആണ് വരിക. ടി സി എസ് എത്ര വരിക, 1%. ആർക്ക് ഡെഡക്ട് ചെയ്യാൻ പറ്റുക, ഡെഡക്റ്റഡ് ബൈ ദ റെസിപ്പിയന്റ് ഓഫ് ഗുഡ്സ് ആണ് എന്ത് ഡെഡക്ട് ചെയ്യുന്നത്, ഏത്, ടി ഡി എസ്. ഇതോ ഇസ് കളക്ടഡ് ബൈ, ടി സി എസ് ആരാ കളക്ട് ചെയ്യുക, ഇസ് കളക്ടഡ് ബൈ ദി ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. ടി സി എസിന്റെ കേസിൽ വരുന്ന ആൾ ആരാണ്, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ്. അതിന് ഒരു ഫോം ഉണ്ട്, ഫോം നോക്കുക നിങ്ങൾ. ക്ലെയിം ഓഫ് ടാക്സ് എങ്ങനെയാണ്, സപ്ലയർ ക്യാൻ ക്ലെയിം ടി ഡി എസ്, ഇവിടെയോ സെല്ലർ ക്യാൻ ക്ലെയിം ടി സി എസ്. ടി ഡി എസ് ആർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക, സപ്ലയർക്കാണ്. ടി സി എസോ സെല്ലർക്കാണ് എന്ത് ചെയ്യുക, ക്ലെയിം ചെയ്യാൻ പറ്റുക. ഇത് നിങ്ങൾ ഈ എക്സാമ്പിൾ എന്ത് ചെയ്യാന്ന് വായിച്ചു നോക്കുക. ഈ എക്സാമ്പിൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ടി ഡി എസ് ടി സി എസ് വളരെ കൃത്യമായിട്ട് കിട്ടും. ടി ഡി എസ് ആണെങ്കിൽ അവിടെ ഗവൺമെന്റ് സപ്ലയർ ആണ്, ടി സി എസ് ആണ് ആരാ വരുന്നത്, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ, ക്ലിയർ ഓൾ ഓഫ് യു, ടി ഡി എസ് ആൻഡ് ടി സി എസ് ക്ലിയർ ആണോ? ക്ലിയർ? എക്സാമ്പിൾ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. എക്സാമ്പിൾ വായിക്കുന്നതിന് ശേഷം ടേബിൾ വായിച്ചാൽ മതി. ക്ലിയർ? ഓക്കെ, ക്ലിയർ ക്ലാസ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ എന്ന് പറയുന്നത് പെട്ടെന്ന്. അത് റീഫണ്ട് ഓഫ് ടാക്സ് എന്താ, നമ്മളിപ്പോ ജി എസ് ടി ഫോർ എക്സാമ്പിൾ ഗവൺമെന്റിലേക്ക് നമ്മൾ എക്സസ് ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ടാക്സ് റേറ്റ് 15,000 ആണ്. നമ്മൾ എത്ര കൊടുത്തു, 16,000 കൊടുത്തു. നമ്മൾ 1,000 എക്സസ് ആയിട്ട് കൊടുത്തു. അപ്പൊ അതിന് എക്സസ് ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് കിട്ടണം, റീഫണ്ട് കിട്ടണ്ടേ. അതിനു വേണ്ടി ഉള്ളൊരു പ്രൊസീജിയർ ആണ് എന്ത്, റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. അതിന് വേണ്ടി ഒരു ഫോം നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെന്റിലേക്ക് കൊടുക്കണം. ആ ഫോമിന്റെ പേരാണ് ജി എസ് ടി പോർട്ടൽ. ഗവൺമെന്റ് മീൻസ് ഇവിടെ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ എല്ലാ ഫോമും കൊടുക്കുക. ജി എസ് ടി പോർട്ടൽ എന്നാണ് പറയുക അല്ലെ. ജി എസ് ടി പോർട്ടൽ ആണ്. ഇപ്പൊ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്നതാണ് എന്ത്, ജി എസ് ടി പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫോമാണ് RFD01 എന്ന് പറഞ്ഞ ഫോമാണ് എന്ത് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റീഫണ്ട് കിട്ടണം വിത്തിൻ 2 yearsനുള്ളിൽ കൊടുക്കണം. നമ്മൾ എക്സസ് ടാക്സ് കൊടുത്തിട്ട് വിത്തിൻ 2 yearsനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അവിടെ ഈ ഫോം കൊടുത്തിരിക്കണം. ഇതാര് വെരിഫൈ ആണ്, എന്ത്, ജി എസ് ടി അതോറിറ്റി വെരിഫൈ ചെയ്ത് അതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, എക്സസ് ആയി കൊടുത്ത ടാക്സ് നമുക്ക് റീഫണ്ട് കിട്ടുള്ളൂ. ക്ലിയർ? ഇത്രയൊക്കെയാണ് എന്ത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ. കോൺസെപ്റ്റ് മാത്രമാണ് പറഞ്ഞു പോയത്. ക്ലിയർ ആണോ? ദിസ് ചാപ്റ്റർ ഇസ് ക്ലിയർ ഓൾ ഓഫ് യു. ഈ ചാപ്റ്റർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് കരുതുന്നുണ്ട്, പക്ഷെ എന്തല്ല, കുറച്ച് ലാർജ് കണ്ടന്റ് ഉള്ള ചാപ്റ്റർ ആണ്, ഈസി ആണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? ക്ലിയർ? ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഒക്കെ ഓക്കെ അല്ലേ? അനീഷ ബായ് എന്താ പറയുന്നത്? നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാണ്. അത് വളരെ ഈസിയാണ്, കുറച്ച് ഫോം, അത് വെച്ചാൽ ബൈഹാർട്ട് അപ്രോച്ച് ആണ് കേട്ടോ. ഇനി അടുത്ത ജി എസ് ടിന്റെ പാർട്ട് 2 നമ്മൾ എൻറ്റയർലി ബൈഹാർട്ട് അപ്രോച്ച് ആണ് ചെയ്യേണ്ടത്. അത് വെച്ചാൽ നമ്മൾ ചില ഫോർമാറ്റുകൾ, ചില ഫോമുകൾ, റിട്ടേൺസ്, ജി എസ് ടി റിട്ടേൺസ് എന്താണെന്നാണ് പഠിക്കുന്നത്. ഈ പെട്ടെന്ന് കഴിയുമോ?
നിങ്ങൾ ഓരോ ഫോമും ഓരോ റിട്ടേണും എന്ത് പർപ്പസിന് വേണ്ടിയാണ് അത് നിങ്ങൾ പഠിച്ചാൽ മതി. നമ്മൾ GST പോർട്ടലിലേക്ക് ഒരുപാട് റിട്ടേൺസ് കൊടുക്കണം. ഫയലിംഗ്സ് ഓഫ് GST റിട്ടേൺ ആണ്. ഈ GST റിട്ടേൺ ആരെ ഫയൽ ചെയ്യാം? ആരാടാ ഫയൽ ചെയ്യുക GST റിട്ടേൺ? ആരാണോ സപ്ലയർ അവരാണ് എന്ത് ചെയ്യുക ഫയൽ ചെയ്യാം. GSTR1 എന്ന് പറഞ്ഞ റിട്ടേൺ ഉണ്ട്. GSTR1 GST റിട്ടേൺ 1 എന്നാണ് പറയുക. എന്താണ്? ഇറ്റ് ഈസ് മന്ത്ലി ഓർ ക്വാർട്ടർലി റിട്ടേൺ ആണ്. മന്ത്ലി ഫയൽ ചെയ്യാൻ പിന്നെ എങ്ങനെ ഫയൽ ചെയ്യാം? ക്വാർട്ടർലി ഫയൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആരുടെ ബിസിനസ് ആണോ GST അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾ അവരെന്ത് ചെയ്യണം? ഔട്ട്വേർഡ് സപ്ലൈസ്, അവരുടെ സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എത്രയാണോ അത് അതിന്റെ വാല്യൂ നമ്മൾ ഫയൽ ചെയ്യുന്നതാണ് പറയുന്ന പേരാണത് GSTR1 എന്ന് പറയുന്നത്. ഇപ്പൊ ആനുവൽ ടേൺ ഓവർ 5 കോടി വരെ ഉള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി? മന്ത്ലി ഫയൽ ചെയ്യണം. അവരെന്ത് ചെയ്താൽ മതി? ക്വാർട്ടർലി 3 മാസം കൂടുന്നതിന് ഫയൽ ചെയ്താൽ മതി. ഓരോ ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മന്ത്ലി ആണെങ്കിൽ 11th ഓഫ് ദ നെക്സ്റ്റ് മന്ത് ആണ്. ഇപ്പൊ ഈ മാസത്തെ ടോട്ടൽ സെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത മാസം 11th എന്ത് ചെയ്യണം? നമ്മൾ ഫയൽ ചെയ്യണം. ഇനി ക്വാർട്ടർലി ആണെങ്കിൽ 13th ഓഫ് ദ മന്ത് ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ ക്വാർട്ടർ. അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ഒരു ക്വാർട്ടർ അല്ലേ? അപ്പോൾ ഏപ്രിൽ മെയ് ജൂണിലെ മൊത്തം സെയിൽസ് അല്ലെങ്കിൽ മൊത്തം ഔട്ട്വേർഡ് സപ്ലൈസ്, ഔട്ട്വേർഡ് മീൻസ് ബിസിനസ് നിന്ന് പോയ സപ്ലൈ, ഇപ്പൊ മൊത്തം ബിസിനസ് നിന്ന് പോയ സപ്ലൈ എത്രയാണോ അതിന്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നെക്സ്റ്റ് ക്വാർട്ടറിന്റെ 13th നമ്മൾ ഫയൽ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ആണെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ മീൻസ് ജൂലൈ 13th ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. ക്ലിയർ? നമുക്ക് എന്ത് ചെയ്യാം? 2 സെക്ഷൻ ആയിട്ടാണ് ഇത് ഫയൽ ചെയ്യുക. ഫസ്റ്റ് സെക്ഷനിൽ പാർട്ട് എ ഉണ്ട്. ഇപ്പൊ GSTR1 പാർട്ട് എയിൽ നമ്മൾ ബേസിക് ഇൻഫോർമേഷൻ ഫയൽ ചെയ്യും. പാർട്ട് ബിയിൽ പിന്നെ എന്താ ഫയൽ ചെയ്യുക? ഡീറ്റെയിൽസ്. ഏത് ട്രാൻസാക്ഷൻ ആണ്? ബിസിനസ് ടു ബിസിനസ് ആണോ? ബിസിനസ് ടു കസ്റ്റമർ ആണോ? എക്സ്പോർട്ട് സപ്ലൈ ആണോ? ഡെബിറ്റ് ആണോ? ക്രെഡിറ്റ് നോട്ട് എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? അതെന്ത് നമ്മൾ കൃത്യമായിട്ട് എഴുതും. ഓക്കെ, ഇനി ആരൊക്കെ GSTR1 ഫയൽ ചെയ്യണ്ട? സ്മോൾ ടാക്സ് പേയേഴ്സ്, ടേൺ ഓവർ 5 കോടി താഴെയുള്ള ആളുകളാണ് അവരെന്ത് ചെയ്യണ്ട? അവർ ക്വാർട്ടർലി ബേസിസ് മതി. ഇനി കോമ്പൻസേഷൻ സ്കീം എന്താണെന്ന് അറിയാം. ആ സ്കീമിൽ വരുന്ന ആളുകൾ എന്ത് ചെയ്യണ്ട? GSTR1 ഫയൽ ചെയ്യണ്ട. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, അവരെന്ത് ചെയ്യണ്ട? ഫയൽ ചെയ്യണ്ട. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരാന്നറിയാം? ഏജന്റുമാർ. പിന്നെയോ നോൺ റെസിഡന്റ് ടാക്സിബിൾ പേഴ്സൺസ്, അവരെന്ത് ചെയ്യണ്ട? ഫയൽ ചെയ്യണ്ട. അവരെന്ത് ചെയ്യും? GSTR5 ഫയൽ ചെയ്താൽ മതി. GSTR1 അല്ല. ഈ നോൺ റെസിഡന്റ് ടാക്സിബിൾ പേഴ്സൺസ് GST കൊടുക്കാനുണ്ടെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി? GSTR1 വരെ അവരെന്താ ഫയൽ ചെയ്യേണ്ടത്? GSTR5 ആണ്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും എന്ത് ചെയ്യണ്ട? ഫയൽ ചെയ്യണ്ട. കാരണം ഗവൺമെന്റിലേക്കല്ലേ പോകുന്നത്. ഇപ്പോൾ പബ്ലിക് സെക്ടർ അണ്ടർ യൂണിറ്റ്, പബ്ലിക് സെക്ടർ യൂണിറ്റ് മീൻസ് പബ്ലിക് സെക്ടർ കമ്പനീസ്, ONGC, IOCL, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, KCB, അവരൊന്നും എന്ത് ചെയ്യണ്ട? GSTR1 ഫയൽ ചെയ്യണ്ട. ഇതറിയാവുന്ന കാര്യമല്ലേ? ക്വാർട്ടർലി റിട്ടേൺ, മന്ത്ലി പേയ്മെന്റ്. QRMB മീൻസ് സാധാരണ 5 കോടി ഇനി താഴെ ടേൺ ഓവറുള്ള ബിസിനസ് ആണ് അവരെന്ത് ചെയ്താൽ മതി? GSTR1 ക്വാർട്ടർലി ഫയൽ ചെയ്താൽ മതി. ഇനി വേറൊരു ഫോം ഉണ്ട്, GSTR3 എന്ന് പറഞ്ഞ ഫോം എന്ത് ചെയ്യണം? അവർ ഫയൽ ചെയ്യണം. പക്ഷെ അവരെന്ത് ചെയ്യണം? ദേ മസ്റ്റ് മേക്ക് മന്ത്ലി ടാക്സ് പേയ്മെന്റ്. ടാക്സ് പേയ്മെന്റ് അവർ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ചെയ്യണം. ടാക്സ് പേയ്മെന്റ് ആണ്. ടാക്സ് പേയ്മെന്റ് വേറെ, റിട്ടേൺ വേറെ. ടാക്സ് പേയ്മെന്റ് എന്ത് ചെയ്യണം? അവർ കൃത്യമായിട്ട് ഗവൺമെന്റിലേക്ക് PMT06 എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ എന്ത് ചെയ്യണം? അവർ കൊടുത്തിരിക്കണം. ഓക്കെ, അടുത്തൊരു ഫെസിലിറ്റി ആണ് ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി. അതിന്റെ B2B ഇൻവോയ്സ് ആണ്. ഫോളോയിങ് റിപ്പോർട്ടിംഗ് B2B സെയിൽസ് ഇൻവോയ്സ് ഓൺ എ മന്ത്ലി ബേസിസ്. ഒരു ബിസിനസ് വേറെ ബിസിനസ്സിലേക്ക് നടത്തിയ ട്രാൻസാക്ഷന്റെ GST റിട്ടേൺ മന്ത്ലി ബേസിസിൽ നമുക്ക് ഫയൽ ചെയ്യാം. ഓക്കെ, സാധാരണ ടൈംലി റിപ്പോർട്ടിംഗ് ആണ് വേണ്ടത്. ഹെൽപ്സ് ഇൻ ടൈംലി റിപ്പോർട്ടിംഗ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ആണ്. ITC എന്ത് ചെയ്യും? കൂട്ടുന്നത്. അസിസ്റ്റ് ബയേഴ്സ് ഇൻ ക്ലെയിമിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫാസ്റ്റർ അല്ലേ? നമ്മളിപ്പോൾ ഈ GSTR1 ഫയൽ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ അതിന്റെ ഒരു പാർഷ്യൽ റിട്ടേൺ മാത്രം മതി. ഫുൾ ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ QRMB സ്കീമിന്റെ ഒരു ഭാഗമാണത്, ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഓരോന്നിന്റെ ഡ്യൂ ഡേറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഡ്യൂ ഡേറ്റ്. ഇനി ഔട്ട്വേർഡ് ടാക്സ് സപ്ലൈസ് എന്തൊക്കെയാ? എങ്ങനെയൊക്കെ ഒരു ഗുഡ്സ് പുറത്തേക്ക് പോവാം? ഒരു ബിസിനസ് വേറെ ബിസിനസ്സിലേക്ക് എന്ത് സപ്ലൈ ചെയ്യാം? റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നില്ല. ഇനി B2C ആണെങ്കിൽ ഒരു ബിസിനസ് കസ്റ്റമേഴ്സിലേക്ക് എന്ത് സപ്ലൈ ചെയ്യാം? ഇൻവോയ്സ് എപ്പോഴേക്കാണ് വേണ്ടത്? 2,50,000 മേലെ ട്രാൻസാക്ഷൻ ആണ് അവിടെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഇൻവോയ്സ് ഡീറ്റെയിൽസ് വേണം. ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ഇവിടെ കൺസോളിഡേറ്റഡ് മതി. ഇൻവോയ്സ് 2,50,000 താഴെയാണ് എന്ത് ചെയ്താൽ മതി? സ്റ്റേറ്റ് വൈസ് കൺസോളിഡേറ്റഡ് മതി. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്താണ്? വിത്തിൻ സ്റ്റേറ്റ് ആണെങ്കിലോ അവിടെ കൺസോളിഡേറ്റഡ് ഡീറ്റെയിൽസ് മതി. ഓരോന്നും എന്ത് ചെയ്യണ്ട? ഇൻവോയ്സ് വേണ്ട. മൊത്തം സപ്ലൈസിന്റെ ഒരു കൺസോളിഡേറ്റഡ് ഡീറ്റെയിൽസ് നമ്മൾ ഫയൽ ചെയ്താൽ മതി. GSTR1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഫയൽ ചെയ്യേണ്ടത്? GSTR1 ആണ്. അത് നമ്മൾ GSTR1 എന്താ നമ്മൾ ഫയൽ ചെയ്തത്? GSTR1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഫയൽ ചെയ്യേണ്ടത്? GSTR2A ആണ്. ഓക്കെ, GSTR1 നമ്മൾ എന്താ ഫയൽ ചെയ്തത്? ഔട്ട്വേർഡ് സപ്ലൈസ് ആണെങ്കിൽ
GSTR2 നമ്മൾ എന്താ ഫയൽ ചെയ്യേണ്ടത്? ഡീറ്റെയിൽസ് ഓഫ് പർച്ചേസ് ആണ്. നമ്മൾ ബിസിനസ് എത്രത്തോളം റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു അത് ഫയൽ ചെയ്യേണ്ട ഫോമാണ് എന്ത്? GSTR2A എന്ന് പറയുന്നത്. ക്ലിയർ? അത് കൂടുതൽ റീകൺസിലേഷന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ പർച്ചേസ് സെയിൽസ് ആണല്ലോ നമുക്ക് ഇത് കിട്ടുന്നത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ഫോം ഫയൽ ചെയ്യുന്നത്, അല്ലേ? നമ്മളിപ്പോൾ എത്ര എന്ത് ചെയ്തിട്ടുണ്ട്? റോ മെറ്റീരിയൽ പർച്ചേസ് ടാക്സ് അടച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമല്ല നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നത്. ക്ലിയർ? അടുത്ത GSTR2B എന്താണ്? അതൊരു സ്റ്റാറ്റ്യൂട്ട് ഡോക്യുമെന്റ് ആണ്. അതെന്തിനു വേണ്ടി ഫയൽ നമ്മൾ ITC എലിജിബിലിറ്റി വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് മന്ത്ലി ഫയലേഴ്സ്. ഇപ്പൊ GSTR2B എന്ന് പറഞ്ഞ ഫോം ആർക്ക് മാത്രമുള്ളതാണ്? മന്ത്ലി GST റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അത്. ഓക്കെ, ഇനി GSTR3B എന്താണ്? GSTR3B സെൽഫ് അസസ്മെന്റ് ടാക്സ് റിട്ടേൺ ആണ്. സാധാരണ നമ്മളുടെ GST റിട്ടേൺ അസസ് ചെയ്യുന്ന ആരാണ്? ഒരു ടാക്സ് പ്രാക്ടീഷണർ ആയിരിക്കും. നമ്മളിപ്പോൾ സപ്ലയർ തന്നെ സ്വന്തമായിട്ട് ടാക്സ് അസസ് ചെയ്ത് അത് ഗവൺമെന്റിലേക്ക് ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ഫോമാണ്. അതിന് GSTR1 അല്ല, ഏതാണ്? GSTR3B ആണ് എന്ത് ചെയ്യുക നമ്മൾ ഫയൽ ചെയ്യുക. അതിന് ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ട്. സാധാരണ 22nd and 24th of the month ആണ് വരിക, ക്വാർട്ടർലി, ഫോർ ക്വാർട്ടർലി. ഓക്കെ, മന്ത്ലി ഫയലേഴ്സ് ആണെങ്കിൽ 20 എന്നാണ് വരിക. ഇനി ക്വാർട്ടർലി ആണ് എത്ര വരും? 22nd ആണ് വരിക. ഓക്കെ, ഡിലേ ആണെങ്കിൽ എഴുതുന്നുണ്ട്, പെനാൽറ്റി ഉണ്ട്. GSTR3B ഫയൽ ചെയ്ത ഡ്യൂ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, വായിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്താണ് GSTR3B? സെൽഫ് അസസ്മെന്റ് ടാക്സ് ഗവൺമെന്റിലേക്ക് ഫയൽ ചെയ്യണത് GSTR3B എന്ന് പറയുന്നത്. ക്ലിയർ? ഇതൊക്കെ എക്സ്ട്രാ റീഡിംഗ് ആണ്, പ്രൊസീജിയറുകൾ വായിച്ചാൽ മതി. കോമ്പോസിഷൻ ലെവിയിൽ വരുന്ന ആളുകൾ അങ്ങനെയാ, അവർക്ക് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ടാക്സ് അല്ലേ? ഇപ്പൊ റെസ്റ്റോറന്റ് സർവീസ്, സ്മോൾ ബിസിനസ് അല്ലെ, പിന്നെ അവർക്കൊക്കെ എന്താണ് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ടാക്സ് അല്ലേ? അപ്പൊ അവർക്ക് സെപ്പറേറ്റ് റിട്ടേൺ എന്ത് ചെയ്യണം? അവർ ഫയൽ ചെയ്യണം. ഇതുവരെ നമ്മൾ പഠിച്ച GSTR1, GSTR2, GSTR3B ഒക്കെ എങ്ങനെയാണ്? GST രജിസ്ട്രേഷൻ എടുത്ത ആളുകളാണ്. ഇതാരാണ്? കോമ്പോസിഷൻ ലെവി എങ്ങനെയാണ്? ഫിക്സ്ഡ് റേറ്റ് ഓഫ് ടാക്സ് അപ്ലൈ ചെയ്യുന്ന ആളുകൾ. 1.5 crore താഴെ ടേൺ ഓവർ ഉള്ള ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫയൽ ചെയ്യേണ്ട ഫോമാണ് എന്ത്? GSTR4 എന്ന് പറയുന്നത്. ഇനി GSTR-CMP 08 എന്തിനു വേണ്ടിയാണ്? ക്വാർട്ടർലി ഫയലിംഗ് ഓഫ് ഡ്യൂ ഡേറ്റ്സ് ആണ്. ഓക്കെ, നിങ്ങൾ വായിച്ചാൽ മതി. ഡ്യൂ ഡേറ്റ്സ് എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഓരോ ക്വാർട്ടറിലെയും ഡ്യൂ ഡേറ്റ്സ് ആണ്. ഇനി GSTR5 എന്താണ്? ഇറ്റ് ഈസ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ നോൺ റെസിഡന്റ് ഫോറിൻ ടാക്സ് പേയേഴ്സ്. നോൺ റെസിഡന്റ് ഫോറിൻ ടാക്സ് പേയേഴ്സിന് റിട്ടേൺസ് ഫയൽ ചെയ്യാനുള്ള ഒരു പ്രത്യേക ഫോമാണ് എന്ത്? GSTR5 എന്ന് പറയുന്നത്. നോൺ റെസിഡന്റ് ഫോറിൻ ടാക്സ് പേയേഴ്സിനാണ് എന്ത്? GSTR5. സാധാരണ 20th of the following മന്തിലാണ് എന്ത് ചെയ്യുക? മന്ത്ലി ബേസിസിലാണ് എന്ത് ചെയ്യുക? നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ GST റിട്ടേൺസിന്റെയും ഒരു കൺസോൾട്ടേറ്റഡ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ടെക്സ്റ്റിൽ കാണാൻ പറ്റും. നിങ്ങൾ ഒരു 3 പ്രാവശ്യം വായിക്കണം. വേരിയസ് ഫോംസ് ഉണ്ട്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ആരാണ് ഫയൽ ചെയ്യുന്നുണ്ട്, എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്, മന്ത്ലി ആണോ ക്വാർട്ടർലി ആണോ, ഡേറ്റ് ഓഫ് ഫയലിംഗ്. ഇത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഈ ചാപ്റ്ററിൽ ഏറ്റവും കോർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഫോമും ഫോർമാറ്റും ആണ്. ഓക്കെ, അപ്പോൾ GSTR11 വരെയുള്ള ഫോം ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഈ ചാപ്റ്റർ. ആകെ 3 സ്ലൈഡാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇത് നിങ്ങൾ കൺസോൾട്ടേറ്റ് ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ ഉണ്ടാവും. എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ യു ഷുഡ് റീഡ് ഓൺ ഇറ്റ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ GST റിട്ടേൺ ഫയൽ ചെയ്യുക? അത് നമ്മൾ അതിന്റെ പ്രൊസീജിയർ ആണ്, ജസ്റ്റ് വായിച്ചാൽ മതി. GST പോർട്ടൽ ഉണ്ട്, GST സൈറ്റ് ഒക്കെ ഉണ്ട്, gst.gov.in. ഓക്കെ, ഓരോന്നിനും ഓരോ ഫോം എന്ത് ചെയ്യുക? നമ്മൾ സെലക്ട് ചെയ്യുക, ഡീറ്റെയിൽസ് അടിക്കുക, ടാക്സ് പേ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. കോമൺ സെൻസിൽ ആലോചിക്കുന്ന കാര്യം, പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമാണ്. ഇതാണ് ഓരോ ടാക്സ് പ്രാക്ടീഷണർ ചെയ്യുന്ന കാര്യം. ടാക്സ് പ്രാക്ടീഷണേഴ്സ് ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? GST ഫയൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സമ്മറി, ഒരു വർഷം നമുക്ക് എത്ര സപ്ലൈ വന്നു, എത്ര ഗുഡ്സ് നമ്മൾ വിറ്റു, എത്ര ഗുഡ്സ് നമുക്ക് തിരിച്ചു കിട്ടി, എത്ര ITC നമ്മൾ ക്ലെയിം ചെയ്തു, അങ്ങനെ ഒരു ടോട്ടൽ ഡീറ്റെയിൽസ്, ഒരു വർഷത്തെ മൊത്തം GST ആയിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഫോമാണെന്ത്? GSTR9 എന്ന് പറയുന്നത്. സാധാരണ കൊടുക്കുന്നത് 31st ഡിസംബറിലാണ് എന്ത് ചെയ്യുക? നമ്മൾ കൊടുക്കുക. കഴിഞ്ഞ വർഷത്തെ മൊത്തം ഡീറ്റെയിൽസ് ഈ വർഷത്തെ 31st ഡിസംബറിനുള്ളിൽ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ 2024 ആനുവൽ റിട്ടേൺ നമ്മൾ എപ്പോഴാണ് കൊടുക്കുക? 2025 ഡിസംബർ ലാസ്റ്റിലാണ് എന്ത് നമ്മൾ കൊടുക്കുക. മനസ്സിലായില്ലേ? ഓരോ വർഷം പെൻഡിങ് വരും, ഐഡിയാസ് വരും. ഇതൊക്കെ എന്തിനാണ് കൊടുക്കുന്നത്? നമ്മൾ മൊത്തം റീകൺസിൽ ആണ്. ഇതുവരെ നമ്മൾ ഒരു സപ്ലയർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ത് ചെയ്തു? ക്ലെയിം ചെയ്തു. അതൊക്കെ എന്താണ്? വളരെ കൃത്യമാണ്. അതെന്താണ്? റീകൺസിലി ആയിട്ടുണ്ട് അല്ലെ, മാച്ച് ആകുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇതുവരെ ആ വർഷത്തിൽ കൊടുത്ത ഫോമുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആനുവൽ റിട്ടേൺ ആയിട്ട് മാച്ച് ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? GSTR9 നമ്മൾ ഫയൽ ചെയ്യുന്നത്. ഓക്കെ, ലേറ്റ് ഫീ ആണെങ്കിൽ പെനാൽറ്റി ഉണ്ട്. ഓക്കെ, ഇനി GSTR9C എന്താണ്? റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ 2 കോടിന്റെ മേലെ ടേൺ ഓവറുള്ള ആൾ എന്ത് ചെയ്യണം?
ഒരു റീകൺസിലേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അവരുടെ 2 കോടിന് മേലെ ടേൺ ഓവറുള്ള ബിസിനസ് ആണ് അവരുടെ GST റിട്ടേണിൽ ഓഡിറ്റിംഗ് നടത്തണം. അതിന്റെ ആ ഓഡിറ്റിംഗിന്റെ ഒരു സെപ്പറേറ്റ് ഫോം ആണ് എന്ത് ചെയ്യുന്നത് GSTR 9 നമ്മൾ ഫയൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ GSTR 9 എന്ന് പറഞ്ഞ ഫോം എന്തിനു വേണ്ടി യൂസ് ചെയ്യാം നമുക്ക്? ഇതൊരു ഓഡിറ്റ് മീൻസ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഒരു GST ടാക്സ് പെയറിന്റെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫോം ആണ് എന്ത് ചെയ്യുന്നത് GSTR 9 നമ്മൾ ഫയൽ ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെയായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും? GSTR 1, GSTR 3 ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് മാച്ച് ചെയ്യാം. നമ്മൾ മുന്നേ കൊടുത്ത ഫോമുകളാണ് ഇതൊക്കെ അല്ലെ, അതൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. അതിന്റെ ഡ്യൂ ഡേറ്റ് സെയിം ആണ്, 31st December ആണത്. ഓക്കെ, ഇറ്റ് ഇസ് എ റീകൺസിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോടിന്റെ മേലെ ടേൺ ഓവർ ഉള്ള ബിസിനസ് ആണെങ്കിൽ അവിടെ പിന്നെ എന്ത് വേണം? അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഒരു ദേ ഷുഡ് ഓഡിറ്റഡ്. ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. എന്താ റിവേഴ്സൽ? എന്താ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സൽ? ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടി, അത് എന്താണ് ഫുൾ എമൗണ്ട് ഞാൻ എലിജിബിൾ അല്ല. ഫോർ എക്സാമ്പിൾ